ബിസ്മില്ലാ അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ ഫീഹി. ഏറ്റവും പ്രിയങ്കരായ കേരള അറബിക് മുൻഷീസ് അസോസിയേഷന്റെ ഭാരവാഹികളെ, മറ്റ് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന അറബി ഭാഷാ സ്നേഹികളെ, അറബി ഭാഷ പഠിതാക്കളെ, എൻ്റെ സൗണ്ട് ഓഡിബിൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതേപോലെ തന്നെ സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ, റസല ടീച്ചർ, സൗണ്ടും സ്ക്രീനും ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ ക്ലാസ്സിന്റെ ഇടയിൽ വീഡിയോ ഓൺ ആക്കാം. ഇപ്പോ സ്ക്രീൻ ഉള്ളത് കൊണ്ട് കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ആമുഖമായിട്ട് കുറെ കാര്യങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട റസ്ല ടീച്ചർ ഇവിടെ പറഞ്ഞിരുന്നു. പിന്നെ ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതില് കുറച്ച് അതിശയോക്തി ഉണ്ട് എന്ന് വിചാരിക്കാം. എന്തായാലും ഒരുപാട് സ്നേഹമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സെഷൻ എടുക്കാൻ സാധിച്ചതിൽ. കാരണം അത്രത്തോളം അറബി ഭാഷ പഠിതാക്കളും ടീച്ചേഴ്സുമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രത്യേക എന്താ പറയാ, ഒരു ഫീൽ, ഒരു അസബിയത്ത് എന്ന് പറയാലോ നമ്മളോട്, ഈ ഒരു ടീമിനോട് തോന്നുകയാണ്. ഞാൻ അധികം ആമുഖങ്ങളില്ലാതെ എൻ്റെ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. ഇപ്പൊ നിങ്ങളൊക്കെ ഈ ഏപ്രിൽ വരാൻ പോകുന്ന പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ 2019 സമയത്ത് ഡിഗ്രി പൂർത്തിയാക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. 2019-2020 കാലത്താണ് PSCയെ കുറിച്ച് ചിന്തിക്കുന്നത്, ഡിഗ്രി ഫൈനൽ ഇയർ സമയത്തൊക്കെ. അന്ന് റൗളത്തുൽ ഉലൂം അറബിക് കോളേജിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഡിഗ്രി പൂർത്തിയാക്കിയത് 2019-ലാണ്. ആ ഒരു സമയത്താണ് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, ഒരു LP അറബിക്കിന്റെ 4 ജില്ലയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ. ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ നോട്ടിഫിക്കേഷനെ നോക്കിക്കൊണ്ട് നമ്മൾ ഒരുപാട്, നമ്മുടെ ഫ്രണ്ട്സും നമ്മളൊക്കെ ഒരുപാട് സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. അന്ന് ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്, അന്ന് ഒരു ഡിഗ്രി വിദ്യാർത്ഥി എന്ന നിലക്ക് അന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരിക്കലും ഇങ്ങനെ യാഥാർത്ഥ്യമാകുമോ എന്ന്. വയനാട് ജില്ലയുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റുമെന്ന്, പാലക്കാട് ജില്ലയുടെ UP റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുമെന്നത്, കാസർഗോഡ് ജില്ലയിലെ ഹൈസ്കൂൾ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാകും എന്നുള്ളതൊന്നും അന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അന്ന് ആ ഒരു 2020 സമയത്ത് നെറ്റ് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു ഗവൺമെന്റ് കോളേജിൽ ഒരു വർഷം വർക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അന്ന് നമ്മൾ വിചാരിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ റിപ്പണില് ഒരു അധ്യാപകനായിട്ട്, ഗവൺമെന്റ് അധ്യാപകനായിട്ട് ജോലി ചെയ്യാൻ സാധിച്ചു. അതേപോലെ തന്നെ ഗവൺമെന്റ് ഓഫ് കേരള എന്ന് പറയുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ആ ടാഗ്. നിലവിൽ ആ ടാഗ് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, ഇനി കിട്ടാൻ പോവുകയാണ്. ആ ഒരു ടാഗ് കഴുത്തിൽ അണിയാൻ സാധിക്കും എന്നത് 2019 ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. 25 വയസ്സ് 26 വയസ്സ് പൂർത്തിയാവുന്ന സമയത്ത് 40,000 രൂപ സാലറി കിട്ടുന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്ന് അന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യണേ. ഈ ഒരു രൂപത്തിലേക്ക് മാറിയതിന് ഒരൊറ്റൊരു കാരണം മാത്രമേ ഉള്ളൂ. അത് ഒരു 7 മാസം, എൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു 7 മാസം, അത് ആ 7 മാസം കണ്ടിന്യൂസ് ആയിട്ട് കുത്തിയിരുന്ന് പഠിക്കാൻ ഒരു അവസരം പടച്ചവൻ തന്നു. ആ ഒരു 7 മാസം കൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് നെറ്റ് കിട്ടിയതാണെങ്കിലും ഒരുപാട് റാങ്ക് ലിസ്റ്റ് വന്നതാണെങ്കിലും ജോലിയിൽ കയറിയതൊക്കെ ആ ഒരു 7 മാസം കൊണ്ടാണ്. ആ 7 മാസത്തിന്റെ മുമ്പ് സത്യം പറഞ്ഞ ബിഗ് സീറോയിലായിരുന്നു. എൻ്റെ ശബ്ദം കേൾക്കുന്ന 600-ലധികം ആളുകളുണ്ട്. നിങ്ങളെക്കാൾ ഒരുപാട് താഴെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. ആ ഒരു 7 മാസം കൊണ്ടാണ് അദബ് പഠിച്ചെടുത്തത്. സത്യം പറഞ്ഞാൽ ശരിക്കും ഇംറു ഖൈസ് ആരാണെന്നുള്ളത്, അഖ്തൽ ആരാണ്, ഫറസ്ദക്ക് ആരാണ്, ഇതൊക്കെ പഠിച്ചെടുത്തത് ആ ഒരു 7 മാസം കുത്തിയിരുന്ന് പഠിച്ചത് കൊണ്ടാണ്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളൊക്കെ പെറ്റി നിൽക്കുന്ന അതിനേക്കാൾ ഒരുപാട് മുകളിലെത്താൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന എല്ലാ ആളുകൾക്കും സാധിക്കും എന്നുള്ളതാണ്
എനിക്ക് ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. എനിക്ക് ജോലി കിട്ടുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് പിന്നെ ഈ അവസരത്തിൽ KMA ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. ജോലി കിട്ടുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മുടെ വയനാട് ജില്ലയിൽ കുറെ ഒഴിവുകൾ ഇങ്ങനെ പിന്നെ പല സ്കൂളുകളിലുമുണ്ട്. പക്ഷെ അതൊന്നും DDയിൽ നിന്ന് PSCയിലേക്ക് എത്തുന്നില്ല, PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല, അഡ്വൈസ് കയ്യിൽ കിട്ടുന്നില്ല. ആ സമയത്താണ് വയനാട് ജില്ലയിലെ എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകൻ മുസ്തഫ സാർ, KMA സംസ്ഥാന ട്രഷററാണ് അദ്ദേഹം. മുസ്തഫ സാറിനെ ബന്ധപ്പെടുകയും മുസ്തഫ സാർ ഉടനെ പറഞ്ഞു, നിങ്ങൾ എത്ര പേരുണ്ട്? 3 പേരുണ്ട്, നിങ്ങൾ DDയിലേക്ക് വാ, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. അന്ന് മുസ്തഫ സാർ ഞങ്ങൾ 3 ആളുകളെയും കൂട്ടിക്കൊണ്ട് DDയുടെ ഉള്ളിൽ കയറിയിട്ട് അദ്ദേഹം അവിടെ നടത്തിയ കുറച്ച് സംസാരങ്ങളുണ്ട്. അതിന്റെ ഒരു 2-3 ആഴ്ചക്ക് ശേഷം ഞങ്ങൾക്ക് അഡ്വൈസ്, ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ആ ഒരു അക്കാഡമിക് ഇയറിന്റെ അവസാനത്തിലും ആ അഡ്വൈസ് ഞങ്ങൾക്ക് കിട്ടിയത് പ്രിയപ്പെട്ട മുസ്തഫ സാറിന്റെ ഇടപെടൽ കൊണ്ടാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സന്തോഷത്തോടു കൂടി, നന്ദിയോടുകൂടെ KMA ഇടപെടലുകളെ സ്മരിക്കുകയാണ്. ഇനി ഞാൻ പഠിക്കാൻ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി കൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്, എപ്പോഴും ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ പിന്നെ കൂടെ പഠിക്കുന്ന ആളുകൾക്കും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അത് PYQ പ്ലസ് സിലബസ് എന്ന് പറയുന്ന സ്ട്രാറ്റജിയാണ്. നമ്മളെപ്പോഴും സിലബസിനെ പൂർണ്ണമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഇപ്പോഴത്തെ PSC 2020 ശേഷം നടക്കുന്ന PSCകളൊക്കെയും സിലബസ് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ PYQയും നമ്മൾ അനലൈസ് ചെയ്യണം. 2017 മുതൽ ഇങ്ങോട്ടുള്ള ഒരു 12 ചോദ്യ പേപ്പറുകളുണ്ട്. എപ്പോഴും ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സംഗതിയാണ് ആ ചോദ്യ പേപ്പറുകൾ. ആ 12 ചോദ്യ പേപ്പറുകളെ കീറി മുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചെറിയൊരു ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാവും ഇനി അടുത്ത PSCക്ക് എങ്ങനെയാണ് ചോദ്യം വരിക, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് വരിക, ഏതൊക്കെ ഏരിയ കൂടുതൽ പഠിക്കണം, ഏതൊക്കെ ഏരിയ ഒഴിവാക്കണം എന്നുള്ള കൃത്യമായ ഒരു അവബോധം പടച്ചോനൊരു ഇൽഹാം കൊടുക്കുന്നു പറഞ്ഞല്ലോ. ആ ഇൽഹാം ഈ 12 ചോദ്യ പേപ്പർ കീറി മുറിച്ച് പഠിച്ചാൽ ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് കഴിഞ്ഞു പോയ ചോദ്യ പേപ്പർ മീൻസ് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പ്ലസ് സിലബസ്, ഇത് രണ്ടും കൂടെ വെച്ചിട്ട് വേണം നമ്മൾ പഠനം തുടങ്ങാൻ. ആ രൂപത്തിലാണ് ഞാൻ പഠിക്കാറുള്ളതും ആ രൂപത്തിലാണ് പഠിച്ചത് കൊണ്ടാണ് ജോലിയിൽ കയറിയതും ഇപ്പോ നോട്ട് ഉണ്ടാക്കാറുള്ളതും പഠിപ്പിക്കാറുള്ളതും ഒക്കെ ഈ ഒരു മെത്തേഡ് അനുസരിച്ചുകൊണ്ടാണ്. നമ്മളുടെ PSC ഒരിക്കലും ഡീപ്പ് അല്ല, നെറ്റോ JRF പോലെ ഒരിക്കലും PSC ഡീപ്പ് അല്ല. നേരെ മറിച്ച് PSC ഒരു ആവറേജ് ലെവലുള്ള ചോദ്യം വരുള്ളൂ. എന്നാൽ കുറച്ച് വൈഡാണ് സിലബസ്. നെറ്റിനും JRFനൊക്കെ സിലബസ് ചെറുതാണ്, ഡീപ്പാണ്. എന്നാൽ PSC സംബന്ധിച്ചിടത്തോളം സിലബസ് വൈഡാണ്. അപ്പൊ എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. അഥവാ മാത്രം പഠിക്കുക അല്ലെങ്കിൽ നഹ്വ് മാത്രം പഠിക്കുക, ഈ സിസ്റ്റം ഒഴിവാക്കണം. എല്ലാ ഏരിയയും തൊട്ട് തലോടി പോകണം. എല്ലാ ഏരിയയും ഡീപ്പായിട്ട് പഠിക്കുകയും ചെയ്യരുത്. എല്ലാ ഏരിയയും ഒരു സ്റ്റാൻഡേർഡ് ലെവലിൽ PSCയുടെ ലെവലിൽ നമ്മൾ പഠിച്ചിരിക്കണം. അതിന്റെ കൂടെ പിന്നെ അറബിയുടെ ആളുകൾ പ്രത്യേകിച്ചും ജനറൽ ഒഴിവാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ജനറലിന് 20 മാർക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, അറബി പരീക്ഷ എഴുതുന്ന ഒട്ടുമിക്ക ആളുകളും ജനറൽ ഒഴിവാക്കുന്ന ആളുകളാണ്, ഇൻക്ലൂഡിങ് മീ, ഞാനടക്കം. എന്നാൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ജനറൽ ആര് പഠിച്ചോ അവരാണ് റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ടോപ്പിലെത്തുക. കാരണം അറബി എല്ലാവർക്കും ചിലപ്പോൾ തൊട്ട് തലോടി പോയാൽ മാർക്ക് കിട്ടും, പക്ഷെ ജനറൽ അങ്ങനെ കിട്ടൂല. അതുകൊണ്ട് എല്ലാതും പഠിക്കണം. നഹ്വും ബലാഗയും അറൂനും താരീഖുൽ അദബ് എല്ലാതും പഠിക്കണം. ചില കോച്ചിങ് അക്കാഡമികളൊക്കെ സ്കിപ്പ് ചെയ്തു പോകുന്ന പല ഏരിയകളുമുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ചോദ്യം ചോദിക്കും, പെഡഗോജിയിൽ നിന്ന് ചോദ്യം ചോദിക്കും. ആ രൂപത്തിൽ എല്ലാ ഏരിയയും തലോടി പോവാൻ, പഠിച്ചു പോകാൻ നമുക്ക് സാധിക്കണം. PSCയുടെ ട്രെൻഡും മനസ്സിലാക്കണം. PSC ഓരോ വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ഏരിയ ഇങ്ങനെ മാറ്റി പിടിക്കും. 2019 ശേഷം 2021 എക്സാം തുടങ്ങിയ സമയത്ത് പെഡഗോജിയിലേക്കായിരുന്നു നമ്മുടെ സംസ്ഥാന PSCക്കാർക്ക് കുറെ താല്പര്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇങ്ങനെ ട്രെൻഡ് മാറി വരിക. ഇപ്പൊ തിരിച്ചു നഹ്വിലേക്ക് വന്നുകൊണ്ടിരിക്കുക. 2019 അദബിന് വലിയ പ്രാധാന്യം കൊടുത്തു. ഇപ്പോഴും അദബിനും നഹ്വിനും ആ ഒരു സ്റ്റാൻഡേർഡിലുള്ള പ്രാധാന്യം ഇപ്പോഴും ഉണ്ട്. എന്നാൽ ഇൻഡോ അറബിന്, ഇന്ത്യയിലെ അറബി സാഹിത്യത്തിന് ഇപ്പോൾ പ്രാധാന്യം കൂടി വരികയാണ്. അപ്പൊ ഏത് ഏരിയയാണോ PSC ഫോക്കസ് ചെയ്യുന്നത് ആ ഏരിയക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു 10 മിനിറ്റ് ഒരു ആമുഖം പറഞ്ഞു എന്ന് മാത്രം. എല്ലാവരോടും പറയാനുള്ളത്,
നല്ല രൂപത്തിൽ ക്ലാസ് ശ്രദ്ധിക്കുക. ആവശ്യമുണ്ടെങ്കിൽ നോട്ടൊക്കെ നിങ്ങൾ എഴുതിയെടുക്കുക. അവസാനം വരെ നമ്മൾ ഇതിൽ ഇരിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഉന്നതമായ വിജയം ഉണ്ടാവട്ടെ എന്ന് റമദാനിന്റെ ഈ ദിവസങ്ങളിൽ പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഏറ്റവും ഉന്നതമായ വിജയം പടച്ചവൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ്സിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് താരീഖുൽ അദബുൽ അറബിയിലെ ഏറ്റവും ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള ജാഹിലിയ കാലഘട്ടമാണ്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് താരീഖുൽ അദബിന് എത്രത്തോളം പ്രാധാന്യം PSC കൊടുക്കുന്നുണ്ട് എന്നതിന്റെ 1-2 എക്സാമ്പിളുകൾ മാത്രം പറയാണ്. LP പരീക്ഷ 2021 നടന്ന സമയത്ത് 80 ചോദ്യത്തിൽ പകുതി ചോദ്യവും അന്ന് അദബിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. UP പരീക്ഷ 2021 ചോദിച്ച സമയത്ത് 80-ൽ 53 ചോദ്യങ്ങൾ അദബിൽ നിന്ന് ചോദിച്ചു. അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങോട്ട് പല ട്രെൻഡുകളും മാറി വരുന്നുണ്ട്. 2023 LP പരീക്ഷ നടന്ന സമയത്ത് 80-ൽ 28 ചോദ്യം അദബിൽ നിന്ന് ചോദിച്ചു. ഇനിയും കുറെ എക്സാമുകൾ ഉണ്ട്, ഞാൻ ഉദാഹരണങ്ങൾ കാണിച്ചു തന്നു എന്ന് മാത്രം. അപ്പൊ അദബിനെ ഒരിക്കലും നമ്മൾ സൈഡിലേക്ക് ഇടരുത്. അദബ് പഠിക്കാൻ വളരെ എളുപ്പമാണ്, ഇഷ്ടത്തോടെ പഠിച്ചാൽ മതി. ഒരിക്കലും നമുക്ക് അതൊരു ബാലികേറ മലയായിട്ട് ഫീൽ ചെയ്യില്ല. ഞാന് 0-യിൽ നിന്ന് പഠിച്ചു തുടങ്ങിയത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. ഒരിക്കലും അദബ് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. ഇൻഷാ അല്ലാഹ് രസകരമായിട്ട് നമുക്ക് പഠിക്കാം. നമ്മൾ ഇന്ന് ക്രാഷ് കോഴ്സ് ആണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ വിശദീകരിച്ച് നമ്മൾ വളരെ സ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല. നമുക്കെന്നല്ല, ആർക്കും സമയമില്ലാത്തൊരു ലോകമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകും. മറ്റ് സംശയങ്ങൾ ഇൻക്ലൂഡിങ് നമ്മൾ PSCയുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ടെക്നിക്കലായ സംശയങ്ങളും മറ്റ് സാങ്കേതികമായ സംശയങ്ങളും ഇപ്പൊ നമ്മൾ ചോദിക്കേണ്ട. നമ്മൾ ക്ലാസ്സുകളുമായിട്ട് ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോകാം. അവസാനം സമയമുണ്ടെങ്കിൽ അതിലേക്കൊക്കെ കടക്കാം. താരീഖുൽ അദബ് എന്ന് പറയുമ്പോൾ കേട്ടറ്റിനൊക്കെ നിങ്ങൾ പഠിച്ചത് കൊണ്ട് ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. കുറേ കാലഘട്ടങ്ങളാണ്. അത് ജാഹിലിയിൽ നിന്ന് തുടങ്ങി അസ്റുൽ ഹദീസിലേക്ക് എത്തി നിൽക്കുന്നു. ഇൻഡോ അറബ് അതിൽ പെട്ട ഒരു ഭാഗമാണ്. അതേപോലെ നഖ്ദുൽ അദബി, സാഹിത്യ വിമർശനങ്ങൾ, ഇതും അതിൽപ്പെട്ട അങ്ങനെ ഒരുപാട് ഭാഗങ്ങളാണ് സാഹിത്യത്തിനുള്ളത്, അദബിനുള്ളത്. അതിലെ ജാഹിലിയ കാലഘട്ടമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ജാഹിലിയ കാലഘട്ടത്തെ നമുക്ക് 4 ആക്കി തരംതിരിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് അൽ മുഅല്ലഖാത്ത് വ അസ്ഹാബിഹ, മുഅല്ലഖയുടെ 10 സാഹിത്യകാരന്മാരും 10 കവികളും ആ മുഅല്ലഖയുടെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സ്വആലിക്, അശ്ശുഅറാഉ സ്വആലിക്, തെരുവിൽ ജീവിച്ച കുറച്ച് കവികളുണ്ട്, ഒരു 2-3 പേര്, അവരെ കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കണം. മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അന്നസർ ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തിലെ ഗദ്യ സാഹിത്യമാണ്. പ്രസംഗങ്ങളും ഉസ്ബിൻ സാഇദ അൽ ഇയാദിയെ പോലത്തെ 1-2 ആളുകൾ മാത്രമാണ് അവിടെ പഠിക്കാനുള്ളത്. ഇനി നാലാമത്തെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു പോർഷനാണ് നാലാമത് കൊടുത്തിട്ടുള്ളത്. അസ്ലുൽ ലുഗൽ അറബിയ, അറബി ഭാഷയുടെ, അറബി സാഹിത്യത്തിന്റെ ജാഹിലിയ കാലഘട്ടത്തിന്റെ കുറച്ച് ബേസിക് ആയ കാര്യങ്ങളാണ് അവിടെ പഠിക്കാനുള്ളത്. അതും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാവുന്നതാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ വിചാരിക്കുന്നത് മുഅല്ലഖയുടെ 10 ആളുകളെ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഓടിച്ചു പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ പാർട്ട് 2-ൽ ബാക്കിയുള്ള 3 ടോപ്പിക്കുകളും ഇൻഷാ അല്ലാഹ് എടുക്കാം. ഇന്ന് സമയമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് എല്ലാതും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. അപ്പൊ ഈ ക്ലാസ്സിന്റെ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ നോട്ട് എന്ന് പറഞ്ഞാല് വലിച്ചു വാരി കുറേ കാര്യങ്ങൾ പഠിക്കേണ്ട ആവശ്യം ഇല്ല. ഇപ്പൊ ഈ ഒരു പേജിൽ തന്നെ നിങ്ങൾ നോക്ക്, മുഅല്ലഖാത്തു വഅസ്ഹാബിഹ എന്നുള്ളതിന് ഞാന് മഞ്ഞ നിറത്തിൽ അതിനെ ഹൈലൈറ്റ് ചെയ്ത് അതിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ ഇവിടെ കാണിക്കുന്ന എല്ലാ നോട്ടുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയി വന്നതും ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ പോയിന്റുകൾ എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ പോയിന്റുകളാണ്. അത് പഠിച്ചാൽ മാർക്ക് കിട്ടും, ഉറപ്പാണ്. അത് വിട്ടാൽ, അത് പഠിക്കാണ്ട് പോയാൽ ഡേഞ്ചർ ആണ്, നമുക്ക് മാർക്ക് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഞാൻ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകളാണ്. പിന്നീട് അതിനേക്കാൾ ഇമ്പോർട്ടൻസ് കുറഞ്ഞ കാര്യങ്ങളാണ് അതിന്റെ കൂടെ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഇമ്പോർട്ടൻസ് കുറഞ്ഞത് നിങ്ങൾ
ഫസ്റ്റ് നിങ്ങൾ ആ ഇമ്പോർട്ടൻസ് കൂടിയത് പഠിക്കുക, എന്നിട്ട് പിന്നീട് ബാക്കി നോക്കിയാൽ മതി. അപ്പൊ നമ്മളിതാ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ മുഅല്ലഖാത്തു വഅസ്ഹാബിഹ. മുഅല്ലഖകൾ നമ്മൾ കുറെ കേട്ടതാണ്. മുഅല്ലഖകൾ എന്താണ്? മുഅല്ലഖകൾ എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഹിയ ഖസായിദുൻ മുംതാസുൻ മിൻ അജ്വദി ശിഅരിൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൽ കുറെ കവിതകൾ വന്നു പോയിട്ടുണ്ട്, ഒരുപാട് ഖസീദകളൊക്കെ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന, ഏറ്റവും അജ്വദായിട്ട് നിൽക്കുന്നതാണ് മുഅല്ലഖാത്തുകൾ എന്ന് പറഞ്ഞാൽ. അതിന് ആ പേര് വരാനുള്ള കാരണമൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. കാനത്ത് അത് അത് എഴുതപ്പെട്ടത് സ്വർണത്തിന്റെ ലിപികൾ കൊണ്ടാണ്. എന്നിട്ടോ കഅബയുടെ അസ്താറുകൾ, കഅബയുടെ പിന്നെ വിരിപ്പുണ്ടല്ലോ, കഅബയിലിട്ടുള്ള വിരിപ്പ്, ആ വിരിപ്പിലൊക്കെ ഇത് സ്വർണ്ണ ലിപികൾ കൊണ്ട് എഴുതി തൂക്കിയിടുമായിരുന്നു. അതുകൊണ്ടാണ് അല്ലക്ക, മുഅല്ലക്ക എന്നുള്ളൊരു പേര് വന്നത്. ഇത് ഇങ്ങനെ പിന്നെ കഅബയിൽ തൂക്കിയിട്ടത് കൊണ്ടാണ്. ചോദ്യം വന്നിട്ടുണ്ട്, എന്തുകൊണ്ടാണ് പേര് വന്നത് എന്നത് പഠിക്കണം. മുഅല്ലഖയുടെ മറ്റു പേരുകൾ എന്തൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവ്വലുമൻ ജമഅൽ മുഅല്ലഖാത്ത്. മുഅല്ലഖകളൊക്കെ ആദ്യമായിട്ട് ഒന്നിപ്പിച്ചത്, ജംഅ ചെയ്തത് ഹമ്മാദുർ റാവി എന്ന സാഹിത്യകാരനാണ്. PSCയിൽ മുമ്പ് ചോദിച്ച ചോദ്യമാണ്. അസ്മാഉനുഖ്റ, മറ്റുള്ള പേരുകൾ, മുഅല്ലഖയുടെ മറ്റു പേരുകൾ അസ്സബഉ തിവാൽ, മുദ്ഹബാത്ത്, സുമൂത്ത്, 3 പേരുകളാണ് മുഅല്ലഖക്ക് മറ്റു പേരുകളുള്ളത്. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്നതാണ്. എന്നാൽ നമ്മൾ പ്രാധാന്യം കുറഞ്ഞ ഏരിയകളുണ്ട്. മുഅല്ലഖയെ കുറിച്ച് നമുക്ക് കുറെ പറയാനുണ്ട്. അതൊരു PG ക്ലാസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ PSC സംബന്ധിച്ചിടത്തോളം വളരെ ബേസിക് ആയ പോയിന്റുകൾ മാത്രമേ ചോദിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര പറഞ്ഞത്. എന്നാൽ അതിൽ കൂടുതൽ നിങ്ങൾ പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആയതും മുൻപ് ചോദിച്ച ചോദ്യങ്ങളുമാണ്. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ യെല്ലോയിൽ ഹൈലൈറ്റ് ചെയ്ത പോയിന്റുകൾ അവിടെ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്. അത് നിങ്ങൾ അതേപോലെ തന്നെ പഠിക്കുക. നമ്മൾ മുഅല്ലഖയുടെ ആളുകളിലേക്ക് പോവുകയാണ്. 10 ആളുകളാണുള്ളത്. 10 ആളുകൾ. അതിൽ ഇംറുൽ ഖൈസും സുഹൈർ ഇബ്നു അബീ സലമയും വളരെ പ്രധാനപ്പെട്ടതാണ്. അവരിൽ നിന്നാണ് കൂടുതൽ ചോദ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പ്രയോറിറ്റി 2ൽ കിടക്കുന്ന ആളുകളാണ് അംർ ഇബ്നു കുൽസൂം, അൻതറ, ലബീദ്, ത്വറഫ, നാബിഅ, ആയിഷ. ഈ ആളുകളെ കുറിച്ചും ചോദ്യങ്ങൾ ഉണ്ടാവും. എന്നാൽ തീരെ ചോദ്യമില്ലാത്ത പ്രയോറിറ്റി 3ൽ കിടക്കുന്ന ആളുകളാണ് ഉബൈദ് ഇബ്നുൽ അബ്റസും അൽ ഹാരിസ് ഇബ്നു ഹില്ലിസയും. ഇവരെ കുറിച്ച് എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ PSCക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. അതിലാദ്യം പറഞ്ഞ 8 ആളുകളെ കുറിച്ചാണ് ചോദ്യങ്ങൾ ഉണ്ടാവുകയും. നമ്മൾ ഇനി 1ാമത്തെ ആളിലേക്ക് പോവുകയാണ്. നമ്മൾ അതിനു മുമ്പ് ഒരു ചെറിയ ഒരു ചോദ്യം നിങ്ങൾക്ക് ഇട്ട് തരാണ്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഒന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ചാറ്റ് ചെയ്യാൻ എല്ലാവർക്കും കഴിയുമല്ലോ. ഈ ഒരു ഗൂഗിൾ മീറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഇടാം. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം അപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാറ്റിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറഞ്ഞാൽ മതി. ആരും വോയിസ് ഓൺ ആക്കി പറയരുത്, ചാറ്റിൽ ഇട്ടാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയൊരു ചോദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരികയാണ്. എല്ലാവരും ഇത് കേൾക്കുന്നുണ്ട്, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് എന്നൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് തരുന്നത്. ലൈസ മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്തിൽ മഷ്ഹൂറ. മുഅല്ലഖയുടെ ആളുകളിൽ പെടാത്തത് ആരാണ് എന്നതാണ് ചോദ്യം. നിങ്ങൾക്ക് ഉത്തരം അയക്കാം. ഓക്കെ, ഒരുപാട് ആളുകൾ ഉത്തരം അയച്ചിട്ടുണ്ട്. ഹാരിസ് ഇബ്നു ഹില്ലിസ, ലബീദ്, അൻതറ, ഇവരൊക്കെ മുഅല്ലഖയുടെ ആളുകളിൽ ഉള്ളതാണ്. എന്നാൽ ഹാത്തിം അത്തോയി മുഅല്ലഖയുടെ ആളിൽ ഇല്ലാത്തതാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്തിനാണ് ഇത്രയും എളുപ്പമുള്ള ചോദ്യങ്ങൾ തരുന്നത്? നമ്മളുടെ ഉത്തരം ആദ്യമായിട്ട് ഏറ്റവും പെട്ടെന്ന് ഉത്തരം എല്ലാവരും പെട്ടെന്ന് അയച്ചിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് ഉത്തരം അയച്ചത് തസ്നി ഫറൂഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ആ അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ, എന്തായാലും അഭിനന്ദനങ്ങൾ. ബറക്കല്ലാഹു ഫീക്കും. ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്തിട്ടുണ്ട്.
എല്ലാവർക്കും പിന്നെ അതിന്റെ ഒരു അഭിനന്ദനങ്ങൾ നൽകുകയാണ്. അപ്പൊ നമ്മൾ ഇനി ഇംറുൽ ഖൈസിലേക്ക് പോവുകയാണ്. എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. നോമ്പായതുകൊണ്ട് തന്നെ സൗണ്ടിന് കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ പിന്നെ സൗണ്ട് ചിലപ്പോൾ കുറയും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂസ് ഇടയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അഡ്മിൻസ് ഒന്ന് അത് ചാറ്റിൽ അറിയിച്ചാൽ മതി, ഇല്ലെങ്കിൽ പിന്നെ കോൾ ചെയ്താലും മതി. ഓക്കെ, അപ്പൊ നമ്മൾ പോവുകയാണ്. ആദ്യം നമ്മൾ പഠിക്കാനുള്ളത് ഇംറുൽ ഖൈസിനെ കുറിച്ചാണ്. അപ്പൊ എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. ഇംറുൽ ഖൈസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇംറുൽ ഖൈസ് എന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ അദബിന്റെ ഒക്കെ ഒരു പിന്നെ സാഹിത്യ ചരിത്രത്തിന്റെ ഒക്കെ ഒരു വാതിലാണ് ഇംറുൽ ഖൈസ്. ജാഹിലിയ പ്രവേശ ഓക്കെ, ക്ലാസ് കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ, നമുക്ക് തുടരാം. സൗണ്ട് ഓക്കെ അല്ലേ? സൗണ്ട് കേൾക്കുന്നില്ലേ? ഓക്കെ. അപ്പൊ ഇംറുൽ ഖൈസ് എന്ന് പറയുന്ന ഈ വ്യക്തി, നമ്മൾ ജാഹിലിയത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇംറുൽ ഖൈസിലൂടെയാണ്. ഇംറുൽ ഖൈസ് ഞാനെപ്പോഴും എന്റെ വകയായിട്ട് പറയാറുണ്ട്, ഇംറുൽ ഖൈസ് അദബിന്റെ ഒരു രാജകുമാരനാണ് എന്നുള്ളത്. അദ്ദേഹം രാജാവായിരുന്നു. ഞാനിങ്ങനെ എപ്പോഴും പറയാറുണ്ട്, ജാഹിലിയ കാലഘട്ടത്തിന്റെ ഒക്കെ ഒരു രാജകുമാരനാണ് ഇംറുൽ ഖൈസ്. അത്രത്തോളം നമുക്ക് ഇഷ്ടപ്പെടുന്ന, അത്രത്തോളം അദബിന് സംഭാവനകൾ കൊടുത്ത ആളുകൾ അദബിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഇംറുൽ ഖൈസിലൂടെയാണ്. അദ്ദേഹത്തിന്റെ പോയിന്റുകൾ നോക്കാം. അബുൽ ഹാരിസ് ജുന്ദഹ് ഇബ്നു ഹിജർ അൽ കിന്ദി, അദ്ദേഹത്തിന്റെ മുഴുവൻ പേരാണ്. അമീർ ഷുഅറാഉൽ ജാഹിലി, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അദ്ദേഹം ജനിച്ചത് നജിദിലാണ് AD 500. അദ്ദേഹം മരണപ്പെട്ടു പോയത് അൻഖറയിലാണ് AD 540. അദ്ദേഹത്തിന്റെ ഉപ്പ ഹിജ്ർ ഇബ്നു ഹാരിസ് അൽ കിന്ദിയാണ്. അദ്ദേഹത്തിന്റെ ഉപ്പ അവിടുത്തെ രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഉമ്മ ഫാത്തിമ ബിൻത്ത് റബീഅയാണ്. പ്രത്യേകം നിങ്ങളോട് പറയാനുള്ളത്, നോട്ട് ഇൻഷാല്ലാഹ് ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ സ്ക്രീനിൽ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കുക. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞാൽ തന്നെ നൽകുന്നതാണ്. ആ ഒരു പേടി വേണ്ട. ആ സമയത്ത് കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യാം, കൂടുതൽ നമ്മളുടെ നോട്ടിലേക്ക് എഴുതിയെടുക്കാം. പിന്നെ ഞാൻ വിശദീകരിച്ചൊരിക്കലും അറബി വായിച്ച് വിശദീകരിച്ചു മലയാളം പറയില്ല. പോയിന്റുകൾ ഷോർട്ട് ആക്കിയിട്ട് പറഞ്ഞു പോവുകയേ ചെയ്യുള്ളൂ. എൻ്റെ ഒരു പഠന രീതി അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ആഷിഖത്ത് ഉനൈസയാണ്. ഫാത്തിമ ബിൻത്ത് അബീദ് എന്നുള്ളതാണ് ആ ഉനൈസയുടെ യഥാർത്ഥ പേര്. ഇത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ മുഅല്ലക്കയും ബാക്കി വരുന്ന സംഭാവനകളൊക്കെ പിന്നെ ചേർന്ന് നിൽക്കുന്നത് ഈ ഒരു ആഷിഖത്തിലേക്കാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇംറുൽ ഖൈസിന്റെ ഉപ്പാനും ഉമ്മാനും നിങ്ങൾക്ക് മറക്കാം, പ്രശ്നമല്ല. പക്ഷെ ഇംറുൽ ഖൈസിന്റെ ആഷിഖത്തിനെ, അദ്ദേഹത്തിന്റെ കാമുകിയെ മറന്നു പോകരുത്. അതിൽ നിന്ന് PSC ചോദിക്കാറുണ്ട്. കബീലത്ത്, ഇംറുൽ ഖൈസിന്റെ ഗോത്രം എന്ന് പറയുന്നത് കിന്ദ ഗോത്രമാണ്. അദ്ദേഹത്തിന്റെ അൽഖാബുകൾ, അദ്ദേഹത്തിന്റെ മറ്റു പേരുകൾ നോക്കാം. കുറെ പേരുണ്ട്. ദുൽ ഖുറൂഹ്, മലിക്കുൽ ദലീൽ, ഗുലാമുല്ലാഹി, അങ്ങനെ കുറെ പേരുകൾ അദ്ദേഹത്തിനുണ്ട്. പക്ഷെ ഇതിൽ PSC ചോദിക്കുന്ന 2 പേരുകൾ ദുൽ ഖുറൂഹും മലിക്കുൽ ദലീലുമാണ്. അത് രണ്ടുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ നിലക്ക് തന്നെ നിങ്ങൾ അത് പഠിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ കുനിയത്ത്, അദ്ദേഹത്തിന്റെ ഓമന പേര് അബു സെയ്ദ്, അബു വഹബ്, അബു ഹാരിസ്, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഓമന പേരുകൾ. ഇനി അസുല്, അദ്ദേഹത്തിന്റെ അസുല് കടക്കുന്ന കുടുംബത്തിന്റെ പാരമ്പര്യമൊക്കെ എത്തി നിൽക്കുന്നത് യമനിലേക്കാണ്. അദ്ദേഹം യമനുകാരനാണ് ശരിക്ക്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഹുവ നജ്ദിയൻ ഇൻകാന യമനിയൻ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. ഹുവ നജ്ദിയൻ ഇൻകാന യമനിയൻ. യമനാണ് ശരിക്കും കുടുംബ പാരമ്പര്യം, എന്നാൽ ജനിച്ചത് നജ്ദിലാണ് എന്നതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റാവിയൻ ലഹു, ഇംറുൽ ഖൈസിന്റെ കവിതകളൊക്കെ റിപ്പോർട്ട് ചെയ്തത്, അതൊക്കെ ശേഖരിച്ചു വെച്ചത് അബൂദാബൂദ് അൽ ഇയാദിയാണ്. പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. പല കവികളെയും നമ്മൾ പരിചയപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ റാവി ആരാണ്, ഇതൊക്കെ ശേഖരിച്ചത് ആരാണ്, റിപ്പോർട്ട് ചെയ്തത് ആരാണ് എന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്.
ഹുവ അശ്അറുൻ നാസ് ഇദാ റകിബ. ഹുവ അശ്അറുൻ നാസ് ഇദാ റകിബ. ഇംറുൽ ഖൈസിനെ പറ്റി പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. അദ്ദേഹം റക്കിബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കയറിയാൽ എന്ന് ഉദ്ദേശിക്കുന്നത് കുതിരപ്പുറത്ത് കയറിയാൽ അല്ലെങ്കിൽ വാഹനപ്പുറത്ത് ഒട്ടകപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് കവിത പാടിയത് അറബികളുടെ കൂട്ടത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ ഇംറുൽ ഖൈസ് ആണ്. അപ്പൊ ഇതും ഒരു PSC ഒരു ഡേഞ്ചർ പോയിന്റ് തന്നെയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ PSC ചോദിച്ച വേറൊരു പോയിന്റ് ആണ് കാല ഐന്ദ മൗത്തു അബീഹി. അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ മരണ വാർത്ത കേൾക്കുന്ന സമയത്ത് ഇംറുൽ ഖൈസ് പറഞ്ഞൊരു വാക്കുണ്ട്, റഹിമല്ലാഹു അബി ഇതില് ഈ ഒരു വലിയ സെന്റൻസ് ആണ്. അത് ബൈഹേർട്ട് നിങ്ങൾ പഠിക്കണം. ഇതിന്റെ പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഒരു തവണ റഹിമല്ലാഹു അബി മുഴുവൻ കൊടുത്തിട്ട് ഇതാര് പറഞ്ഞതാണെന്ന് ചോദിച്ചു. വേറൊരു തവണ അലിയോ മുഹമ്രുൻ വഹോദൻ അമ്രൻ, ആ ഒരു സെന്റൻസ് മാത്രം, ലാസ്റ്റ് വരുന്ന ആ ഒരു സെന്റൻസ് മാത്രം കൊടുത്തിട്ട് ഇത് ആര് പറഞ്ഞതാണെന്ന് ചോദിച്ചു. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, നോട്ട് ചെയ്യാം. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ കുറച്ച് പ്രത്യേകതകൾ നോക്കാം. മുഅല്ലഖത്തുഹു ലാമിയൻ, അദ്ദേഹത്തിന്റെ മുഅല്ലഖ ലാമിലാണ് അവസാനിക്കുന്നത്. തൊവീൽ ബഹറിലാണ് അത് എഴുതപ്പെട്ടത്. തൊവീലാണ് അതിന്റെ ബഹർ. 80 ബൈത്തുകളാണ് അദ്ദേഹത്തിന്റെ മുഅല്ലഖക്കുള്ളത്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഖയിലെ കുറച്ച് വരികൾ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ഒരു 5-6 വരികളുണ്ട്. ഇപ്പൊ 80 വരി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൽ എപ്പോഴും ചോദ്യങ്ങളിൽ ഉൾപ്പെടുന്ന വരികളാണ്. ഒന്ന് അതിന്റെ മത്തുല, തുടക്കം, അതിന്റെ ആരംഭം തന്നെയാണ്. തുടങ്ങുന്നത് ആ ഒരു വരി കൊണ്ടാണ് തുടങ്ങുന്നത്. എല്ലാവർക്കും കേട്ട് ഒരുപാട് അറിയുന്ന വരിയാണ്. അദ്ദേഹത്തിന് മുഅല്ലഖ അറിയപ്പെടുന്ന വേറൊരു പേരും കൂടെ ഉണ്ട്. കിഫാ നബിക്ക് എന്ന പേരിലും അത് അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, ഒന്നാമത്തെ വരിയാണ് കിഫാ നബിക്ക്. അതിന്റെ കൂടെ കിഫാ നബിക്ക് എന്ന മുഅല്ലഖ ആരുടേതാണ് എന്ന് ചോദിച്ചാലും ഇംറുൽ ഖൈസ് ആണ് അതിന്റെ ഉത്തരം. ഇനി വേറെ ഒരു പ്രധാനപ്പെട്ട വരിയാണ് വസ്ഫുൽ ലൈൽ. മുഅല്ലഖയിൽ അദ്ദേഹം രാത്രിയെ വർണ്ണിച്ച വരികളുണ്ട്. അല അയ്യുഹൽ ലൈലു തുവീലു അലഞ്ചലി. രാത്രിയോട് അദ്ദേഹം സംസാരിക്കുകയാണ്. ആ രാത്രി ഒന്ന് പൊട്ടിപ്പിളരുമോ എന്ന് ചോദിച്ച് അദ്ദേഹം സംസാരിക്കുന്ന ആ വരികൾ, അതും പ്രധാനപ്പെട്ടതാണ്. വലൈലിൻ കമൗസിൽ ബഹരി അർഖാസുദുലഹു, ആ വരിയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ നോക്കുക, ലൈലിനെ കുറിച്ച് അദ്ദേഹം വർണ്ണിച്ച ഈ വരികൾ PSC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഇനി ഒനൈസയെ കുറിച്ച് അദ്ദേഹം, തന്റെ കാമുകിയായ ഒനൈസയെ കുറിച്ച് അദ്ദേഹം പാടുന്ന വരികളുണ്ട്. വളരെ സുന്ദരമായ വരികളാണ്. അപ്പൊ ഉനൈസയോട് അദ്ദേഹം പറയുന്ന വരികളാണ്. ഉനൈസയോട് തന്റെ ഒരു നടത്തവും തന്റെ കൊഞ്ചലും ഒക്കെ നിർത്താൻ വേണ്ടിയിട്ട് പറയുന്ന ഒരു വരിയാണ്. നീ വിചാരിക്കുന്നുണ്ടോ നിന്റെ ആ ഒരു സ്നേഹം കൊണ്ട് അത് എന്നെ കൊന്നുകളയുമെന്ന്? അങ്ങനെ അദ്ദേഹം വർണ്ണിച്ചു പാടുന്ന വരികള് മുമ്പ് PSC ചോദിച്ചിട്ടുണ്ട്. ഇനി വസ്ഫുൽ ഹൈല്, അദ്ദേഹം തന്റെ കുതിരയെ വർണ്ണിച്ചു പാടിയ വരിയുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊക്കെ ഒത്തിരി തവണ PSC ചോദിച്ചതാണ്. മിക്കറിം മിഫറിം മുഖ്ബിലിൻ മുദ്ബിരിൻ മാൻ. എന്താ അതിന്റെ പ്രത്യേകത? എല്ലാ വാക്കിലും മീം ഉണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ സുന്ദരമായ വരികളായതുകൊണ്ട് തന്നെ PSC ചോദിക്കാൻ ചാൻസും ഇനിയും കൂടുതലാണ്. ഈ വരിയൊക്കെ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് 1-2 ട്രിക്കുകൾ പറഞ്ഞുതരാം. ഒന്ന് മത്തുല, അതിന്റെ ആരംഭം എല്ലാവർക്കും അറിയാം. അതിന്റെ ആരംഭത്തെ കുറിച്ച്, അതുകൊണ്ട് അത് കിട്ടും. രണ്ടാമത്തത് ലൈലിനെ കുറിച്ച് വർണ്ണിച്ച് ജാഹിലിയത്തിൽ പാടിയത് അത് അദ്ദേഹം മാത്രമാണ്. ലൈലിനെ കുറിച്ച് ഫേമസ് ആയ വരികൾ വേറെ ആരടുത്തും ഇല്ല. രാത്രിയെ കുറിച്ച് ഇൻകേസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണുകയാണ് രാത്രിയെ കുറിച്ച് വർണ്ണിച്ച ഒരു വരി കണ്ടു, ഇത് ആരാണെന്ന് അറിയില്ല. ഓപ്ഷൻ നോക്കുമ്പോൾ ജാഹിലിയത്തിലെ 4 കവികളുണ്ട്, മുഅല്ലഖയിലെ 4 കവികളുണ്ട്. അങ്ങനെയാണെങ്കിൽ ലൈലിനെ കുറിച്ച് ഇദ്ദേഹം മാത്രമേ പിന്നിട്ടുള്ളൂ. ഫേമസ് ആയ വരികൾ ഇദ്ദേഹത്തിൻ്റെത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇംറുൽ ഖൈസ് തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇനി ഉനൈസയെ കുറിച്ച് വരുമ്പോ ആ ഫാത്തിമ എന്ന വാക്ക് നോക്കുക. ഫാത്തിമ എന്നുള്ളത് ഉനൈസയുടെ പേരാണ്. അത് കാണുമ്പോൾ നിങ്ങൾ ഇംറുൽ ഖൈസ് കൊടുത്തുക. ഇനി അദ്ദേഹം മിക്കറിൻ മിഫറിൻ, ആ വരി നിങ്ങൾ എല്ലാ വാക്കിലും മീം ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എപ്പോഴും മീം കാണുമ്പോൾ നമുക്ക് ഇംറുൽ ഖൈസിനെ ഓർമ്മ വരിക. കാരണം ഇംർ
ആ ഇംറുൽ ഖൈസിന്റെ വാക്ക് തുടങ്ങുന്നതിന് ഇം എന്നതുണ്ട്. ഇം, ആ മീം നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള, വരികൾ കാണുമ്പോൾ ഒരിക്കലും നമ്മൾ ഹിഫ്ളാക്കുന്ന പോലെ വരികൾ കാണാതെ പഠിക്കരുത്. കാരണം ഒരിക്കലും PSC വരികൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് ചോദിക്കൂല. നേരെ മറിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരി ഉണ്ടാകും, വരി അവിടെ ഉണ്ടാകും, ഇത് ആരാണ് പാടിയത് എന്നേ ചോദിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് വരികൾ കാണാതെ പഠിക്കുകയേ ചെയ്യരുത്, അത് കണ്ടാൽ തിരിച്ചറിയണം എന്ന് മാത്രം. അപ്പൊ നമ്മൾ ഇംറുൽ ഖൈസിനെ അവസാനിപ്പിക്കുകയാണ്. സമയം കുറവായതുകൊണ്ട് തന്നെ ഇംറുൽ ഖൈസിനെ നമ്മൾ അവസാനിപ്പിച്ച് രണ്ടാമത്തെ ആളിലേക്ക് പോവുകയാണ്. ഞാൻ സാധാരണ ക്ലാസ്സുകളിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാറുണ്ട് പറഞ്ഞ കാര്യങ്ങൾ. അതിന് നമുക്ക് സമയം കുറവാണ്. നിങ്ങൾ ഇതിന് ശേഷം PDF കിട്ടുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്യുക, കാര്യമായിട്ട് ഒന്ന് റിവൈസ് ചെയ്ത് നോട്ട് ചെയ്തുക. ഇൻഷാ അല്ലാഹ് രണ്ടാമത്തെ ആളിലേക്ക് പോവുകയാണ്. ഓക്കെ, ഞാൻ രണ്ടാമത്തെ ആൾ എടുത്തോട്ടെ, ഒന്ന് ചാറ്റിൽ പറയൂ. എന്റെ കൂടെ വരാൻ പറ്റുന്നില്ലേ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, വെരി ഗുഡ്, ജസാക്കല്ലാഹ്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ സുഹൈർ ഇബ്നു അബീ സലമയിലേക്കാണ് പോകുന്നത്. ഇംറുൽ ഖൈസിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാണ് സുഹൈർ ഇബ്നു അബീ സലമ. ഇംറുൽ ഖൈസിന്റെ ജീവിതത്തിൽ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടാത്ത പല സ്വഭാവങ്ങളും അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കുറെ പിന്നെ അക്രമങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ കൊലപാതകം അടക്കം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ഇല്ലാത്ത കുറച്ച് വൃത്തിയുള്ള ജീവിതമാണ് സുഹൈർ ഇബ്നു അബീ സലമയുടേത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ജനിച്ചതും നജ്ദിലാണ്. ഇംറുൽ ഖൈസ് ജനിച്ചതും നജ്ദിലാണ്. സുഹൈർ ഇബ്നു അബീ സലമയും നജ്ദിലാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, കുടുംബത്തിൽ കുറെ ആൾക്കാർ കവികളായിരുന്നു. അബൂഹു വ ഖാലുഹു വ ഉഖ്താഹു വ വലദാഹു ശുറ. അദ്ദേഹത്തിന്റെ അമ്മാവന്മാര്, സഹോദരങ്ങള്, മക്കള്, അങ്ങനെ കുറെ ആളുകള് പിന്നെ കവികളായിരുന്നു. സുഹൈറിന്റെ മക്കൾ നമുക്കറിയാം, കഅബ് ഇബ്നു സുഹൈറിനെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഇസ്ലാമിക കാലഘട്ടത്തിലെ കവികളാണ്. സുഹൈറിന്റെ മക്കളാണ് കഅബും ബുസൈറും. ഈ രണ്ടാളുകൾ സുഹൈറിന്റെ കവികളായ മക്കളാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സുഹൈറിന്റെ ആശിക്കത്തിന്റെ പേര് ലൈല എന്നാണ്. അദ്ദേഹത്തിന്റെ ആശിക്കത്ത് ലൈല എന്നാണ്. ആ ലൈലയെ അദ്ദേഹം വിളിച്ചിരുന്ന പേര് ഉമ്മു ഔഫ എന്ന പേരിലാണ് വിളിച്ചിട്ടുള്ളത്. ഉമ്മു ഔഫ. അദ്ദേഹത്തിന്റെ മുഅല്ലഖ തുടങ്ങുന്നത് തന്നെ അമീൻ ഉമ്മു ഔഫ. ആ ഉമ്മു ഔഫിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് മുഅല്ലഖ അദ്ദേഹം തുടങ്ങുന്നത്. അപ്പൊ ആ ഉമ്മു ഔഫ എന്ന പേര് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൗജത്തുഹു അസ്സാനി, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഭാര്യ, അതായത് ഉമ്മു ഔഫയ്ക്ക് ശേഷം വിവാഹം കഴിച്ചത് കബിഷയാണ്. കബീൽ, അദ്ദേഹത്തിന്റെ ഗോത്രം നോക്കാം, മുസ്ന ഗോത്രത്തിൽപ്പെട്ട വ്യക്തിയാണ് സുഹൈർ ഇബ്നു അബീ സലമ. മുസ്ന ഗോത്രം എന്ന് പറഞ്ഞാൽ ബനി ഖത്ഫാൻ എന്ന് പറയുന്ന ഗോത്രമുണ്ട്. ബനി ഖത്ഫാനിന്റെ ഒരു ഉപഗോത്രമാണ് മുസ്ന എന്ന് പറയുന്ന ഈ ഗോത്രം. ഇനി അദ്ദേഹത്തിന്റെ ലഖബുകൾ നോക്കാം. സുഹൈർ ഇബ്നു അബീ സലമ അറിയപ്പെട്ട മറ്റു പേരുകൾ ഷാഇറുൽ ഹിക്മ, ഷാഇറുസ് സലാം, അബീദുശ് ശിഅർ, ഇങ്ങനെ മറ്റു പേരുകൾ അദ്ദേഹത്തിനുണ്ട്. ഇതിൽ ഷാഇറുൽ ഹിക്മ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും PSCക്ക് ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നത് തന്നെ നിങ്ങൾ കൂടുതൽ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. റാവിയൻ ലഹു, അദ്ദേഹത്തിന്റെ റാവി സുഹൈർ ഇബ്നു അബീ സലമയുടെ പിന്നെ കവിതകൾ റിപ്പോർട്ട് ചെയ്തത് ഔസ് ഇബ്നു ഹിജറാണ്. അഷ്അറുന്നാസ് ഇദാ റാഗിബ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അഷ്അറുന്നാസ് ഇദാ റക്കിബ, കുതിരപ്പുറത്ത് കയറിയാൽ നന്നായിട്ട് പാടുന്നത് ഇദ്ദേഹമാണ് എന്നുള്ളത്. ഇനി അഷ്അറുന്നാസ് ഇദാ റാഗിബ എന്ന് ഉദ്ദേശിക്കുന്നത്, അത് അവിടെ പൂർണ്ണമായിട്ടും കൊടുത്തിട്ടില്ല, അങ്ങനെ തന്നെ പറഞ്ഞു ശീലിച്ചതാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഏറ്റവും നന്നായിട്ട് മദ്ഹ് ഇഷ്ടപ്പെട്ടുകൊണ്ട് പാടിയത്, ഏറ്റവും നന്നായി പാടിയിട്ടുള്ളത് സുഹൈർ ഇബ്നു അബീ സലമയാണ് എന്നതാണ് ഈ പോയിന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാഹിബുൽ ഹൗലിയാത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. നെറ്റിനടക്കം ചോദിക്കുന്ന പോയിന്റ് ആണ്. ഹൗലിയാത്തിന്റെ ആളാണ് സുഹൈർ ഇബ്നു അബീ സലമ എന്നുള്ളത്. എന്താണ് ഹൗല് എന്ന് പറഞ്ഞാല്? നമ്മൾ സക്കാത്തിലൊക്കെ പറയലുണ്ട് അല്ലെ, സക്കാത്തിന്റെ നിബന്ധനയില് ഹൗല് തികയണം എന്നുള്ളത്, ഒരു വർഷം തികയുക എന്നുള്ളതാണ്. സുഹൈർ ഇബ്നു അബീ സലമയുടെ കവിതകൾ ഹൗലിയാത്ത് എന്നറിയപ്പെടാൻ കാരണം ഒരു വർഷം തികഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കവിതകളൊക്കെ പിന്നെ നാട്ടുകാർക്ക് മുമ്പ് പാടാറുള്ളത്. അദ്ദേഹം ആദ്യത്തെ 4 മാസം കവിത എഴുതും, കവിത ഉണ്ടാക്കും, ആദ്യത്തെ 4 മാസം. രണ്ടാമത്തെ ഒരു 4 മാസം അദ്ദേഹം ആ കവിത എഡിറ്റ് ചെയ്യും. പിന്നത്തെ ഒരു 4 മാസം വലിയ ഭാഷാ പണ്ഡിതന്മാരുടെ മുമ്പിൽ സമർപ്പിച്ചിട്ട് ഇതിൽ തെറ്റുണ്ടോ ചോദിച്ച് അവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കും.
ഇങ്ങനെ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കവിതകൾ പുറത്തിറങ്ങാറുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെയാണ് കവിത എഴുതുക. ഹൗലിയാത്തിന്റെ ആള് എന്ന് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന് ഇഷ്ടപ്പെട്ട ഒരു കവിയായിരുന്നു സുഹൈർ ബിൻ അബി സലമ. സുഹൈർ ബിൻ അബി സലമയെ കുറിച്ച് ഒരുപാട് കൗലുകള് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വന്നിട്ടുള്ള കുറെ കൗലുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അശ്അറുൽ അറബ്. ഉമർ റളിയല്ലാഹു അൻഹു പറയാ, അറബികളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കവി, അറബികളിലെ ഏറ്റവും വലിയ കവി എന്ന് പറഞ്ഞാൽ അത് സുഹൈർ ബിൻ അബി സലമയാണ്. ഷാഇറു ശുഅറാ, കവികളുടെ കവി, കവികളുടെ കവി എന്നറിയപ്പെടുന്നത് സുഹൈർ ബിൻ അബി സലമയാണ് എന്നൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇത് PSCക്കും നിരന്തരം ചോദിച്ചതാണ്. അതേപോലെ തന്നെ നെറ്റിനും നിരന്തരം ചോദിച്ച പോയിന്റുകളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ രണ്ട് കൗലുകൾ. ഇത് ആരാണ് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട്. ഇനി സുഹൈർ ബിൻ അബി സലമയുടെ മുഅല്ലഖയുടെ പ്രത്യേകതകൾ നോക്കാം. മീമിയൻ, അത് അവസാനിക്കുന്നത് മീമിലാണ്. തൊവീൽ ബഹറിലാണ് അത് എഴുതപ്പെട്ടത്. 59 വരികളാണ് അതിനുള്ളത്. ഓക്കെ, ഇത്രയും പ്രത്യേകതകൾ മനസ്സിലാക്കുക. സുഹൈറിന്റെ മുഅല്ലഖ നല്ല ഹിക്മത്തുകൾ നിറഞ്ഞതായിരുന്നു. ജനങ്ങൾക്കൊക്കെ പറ്റിയ ഉപദേശങ്ങൾ, തത്വജ്ഞാനങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നല്ല ഉപദേശങ്ങളാണ് തന്റെ മുഅല്ലഖയിൽ കുറെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ഷാഇറുൽ ഹിക്മ, തത്വജ്ഞാനത്തിന്റെ കവി എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. അതുകൊണ്ടാണ്. ഇനി നോക്കാം, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് വരികൾ നോക്കാം. അദ്ദേഹത്തിന്റെ മുഅല്ലഖയിൽ അദ്ദേഹം കൂടുതലായിട്ട് മദ്ഹ് ചെയ്ത രണ്ട് വ്യക്തികളുണ്ട്. ഹാരിസ് ബിൻ ഔഫ് വഹറം ബിൻ സിനാൻ. ഹറം ബിൻ സിനാനെയും ഹാരിസ് ബിൻ ഔഫിനെയും അദ്ദേഹം തന്റെ കവിതയിൽ നന്നായിട്ട് മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നെറ്റിനൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് മദ്ഹ് ചെയ്തത്? കാരണം എന്താ? ദാഹിസ് വൽ ഒബ്ര എന്ന് പറയുന്ന വലിയ ഒരു യുദ്ധമുണ്ട്. ഒരുപാട് വർഷം, 40 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധമാണ്. ഈ യുദ്ധം സുലഹാക്കി മാറ്റിയത്, ഈ യുദ്ധം ഒത്തുതീർപ്പിലെത്തിച്ചത് ആരാണ്? ഈ പറയുന്ന ഹാരിസും ഈ പറയുന്ന ഹറമുമാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് ആളെ കുറിച്ച് തന്റെ മുഅല്ലഖയിൽ സുഹൈർ ബിൻ അബി സലമ നന്നായിട്ട് മദ്ഹ് ചെയ്തുകൊണ്ട് പാടിയിട്ടുള്ളത്. ഇനി നമുക്ക് മത്ല നോക്കാം. അദ്ദേഹത്തിന്റെ സുഹൈർ ബിൻ അബി സലമയുടെ മുഅല്ലഖയുടെ തുടക്കം നോക്കാം. അമിൻ ഉമ്മി ഔഫ എന്നുള്ള വാക്ക് കൊണ്ടാണ് അത് തുടങ്ങുന്നത്. അപ്പൊ ഉമ്മ ഔഫ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേരാണ്. ആ നിലക്ക് തന്നെ ഈ പോയിന്റ് നമ്മൾ ഓർത്തു വെക്കുക. പിന്നെ പ്രധാനപ്പെട്ട 2 വരികളാണ് ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫുൻ ഫുആദുഹു എന്നുള്ള അദ്ദേഹത്തിന്റെ വരി. പിന്നെ അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹം ജാഹിലിയത്തിൽ അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കവിയാണ്. ആ നിലക്ക് ഈ വരിയും ഫലാ തക്തുമന്നല്ലാഹ മാ ഫീ നുഫൂസിക്കും അതും ചോദിക്കാറുണ്ട്. അപ്പൊ മുഅല്ലഖയിൽ നിന്ന് 59 വരികളിൽ ഈ 3 വരി പ്രധാനപ്പെട്ടതാണ്. അത് 3ഉം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ സുഹൈറിനെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ 3ാമത്തെ ആളിലേക്ക് പോവുകയാണ്. അംറു ബിൻ കുൽസൂം അത്തഗ്ലബിയെ കുറിച്ചാണ് 3ാമത് നമുക്ക് നോക്കാനുള്ളത്. ഓക്കെ, പറഞ്ഞു പോവുകയാണ്. അംറു ബിൻ കുൽസൂം അത്തഗ്ലബി ഹുവ അബുൽ അസ്വദ് അംറു ബിൻ കുൽസൂം അത്തഗ്ലബി. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് വുലിദ വനശഅ വതൂഫിയ. അദ്ദേഹം ജനിച്ചതും ജീവിച്ചതും മരണപ്പെട്ടു പോയതും ജസീറത്തുൽ ഫുറാത്തിയ, അദ്ദേഹത്തിന്റെ നാടിന്റെ പേരാണ് ജസീറത്തുൽ ഫുറാത്തിയ. അവിടെയാണ് അദ്ദേഹം ജീവിച്ചതും മരണപ്പെട്ടു പോയതും. ഖാദ ഖബീലത്തു തഗ്ലബ് ഫി ഹറബിൽ ബസൂസ്. അദ്ദേഹം തന്റെ 15ാമത്തെ ഖാമിസ് അശ്റ, അദ്ദേഹം തന്റെ 15ാമത്തെ വയസ്സിലാണ് ഹറബുൽ ബസൂസിൽ തന്റെ ഗോത്രത്തെ നയിക്കുന്നത്. അപ്പൊ ബിക്റും തഗ്ലബും 2 പ്രധാനപ്പെട്ട ഗോത്രങ്ങളാണ്. പക്ഷെ നല്ല അടിയായിരുന്നു അവർ രണ്ടുപേരും. ബിക്റും തഗ്ലബും തമ്മിൽ നടന്ന യുദ്ധമാണ് ഹറബുൽ ബസൂസ് എന്ന് പറയുന്ന യുദ്ധം. ഈ യുദ്ധത്തില് തന്റെ 15ാമത്തെ വയസ്സിലാണ് അംറു ബിൻ കുൽസൂം തഗ്ലബ് ഗോത്രത്തെ ഈ യുദ്ധത്തിൽ നയിച്ചിട്ടുള്ളത്. ഇനി നോക്കാം നമ്മൾ. ഇന്നഹു ഖതല മലിക് അംറു ബിനുൽ ഹിന്ദ്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആ നാട്ടിലെ രാജാവായിരുന്ന, അവിടുത്തെ ഒരു രാജാവായിരുന്നു അംറു ബിനുൽ ഹിന്ദ്. ഒരേ പേര് തന്നെയാണല്ലേ, അംറു ബിൻ കുൽസൂമും അംറു ബിനുൽ ഹിന്ദും. അംറു ബിനുൽ ഹിന്ദ് എന്ന രാജാവിനെ കൊലപ്പെടുത്തിയത് അംറു ബിൻ കുൽസൂമാണ്.
പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. നോക്കാം. അവലുമൻ ബദഅൽ മുഅല്ലക ബിവസ്ഫിൽ ഖംർ. അദ്ദേഹത്തിന്റെ മുഅല്ലക ആരംഭിക്കുന്നത് തന്നെ പിന്നെ മദ്യത്തെ കുറിച്ച്, കള്ളിനെ കുറിച്ച് വർണ്ണിച്ചു പാടിയത് കൊണ്ടാണ്, വർണ്ണിച്ചു പാടിയിട്ടാണ്. അപ്പൊ ആദ്യമായി മദ്യത്തെ കുറിച്ച് വർണ്ണിച്ചു പാടിക്കൊണ്ട് ആ വർണ്ണന കൊണ്ട് കവിത ആരംഭിച്ചയാൾ അംർ ഇബ്നു കുൽസൂമാണ്. ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ദീനുഹു നസ്റാനിയൻ, ഇത് ചോദിക്കാറുണ്ട്. ഇംറുൽ ഖൈസും പിന്നെ സുഹൈറും ഏത് ദീനാണെന്ന് ചോദിക്കാറില്ല. പക്ഷേ കേട്ടറ്റിനടക്കം ഇത് എപ്പോഴും കാണുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. അംർ ഇബ്നു കുൽസൂമിന്റെ പിന്നെ ദീൻ എന്താന്നുള്ളത് നസ്റാനിയാണ്. മുഅല്ലഖതുഹു നൂനിയൻ, അദ്ദേഹത്തിന്റെ മുഅല്ലഖ അവസാനിക്കുന്നത് നൂനിലാണ്. അതിന്റെ ബഹർ വാഫിർ ബഹറിലാണ് അത് എഴുതപ്പെട്ടത്. നമ്മൾ എപ്പോഴും മുഅല്ലഖയുടെ ആളുകൾ പിന്നെ അവരൊക്കെ ഏത് വാക്കുകൾ കൊണ്ടാണ് കവിത അവസാനിപ്പിക്കുന്നത്, അവരുടെ ബഹർ ഏതാണ്, ഇങ്ങനത്തെ പോയിന്റ് ഒക്കെ നമ്മൾ കാണാതെ പഠിക്കണം. അതെന്തിനാ വെച്ചാല് അത് നേരിട്ട് ചോദിക്കും. അല്ലാതെ തന്നെ അത് അറൂദിലൊക്കെ പല ചോദ്യങ്ങളും വരാറുണ്ട്. ഇപ്പൊ അലാഹുബി ബിസ്വഹ്നിക ഫാസ്ബഹീന, ഈ ഒരു കവിത നമുക്ക് തരും, ഇതിന്റെ ബഹർ ഏതാണെന്ന് ചോദിക്കും. ഇത് പിന്നെ ഈ പറയുന്ന പോലെ അംർ ഇബ്നു കുൽസൂമോ അദബോ റിലേറ്റ് ചെയ്ത ചോദ്യം ആവില്ല. നേരെ മറിച്ച് അറൂദിലായിരിക്കും ഈ ചോദ്യം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതായത് ഈ ഒരു വരി കൊടുത്തിട്ട് ഇതിന്റെ ബഹർ ഏതാന്ന് ചോദിച്ചാല് ചിലപ്പോ കത്താവ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകും, ഇതിന്റെ വരി കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയാൽ ഇൻ കേസ് ഇത് പിന്നെ അംർ ഇബ്നു കുൽസൂമിന്റെ വരിയാണെന്ന് ഒരാൾ മനസ്സിലാക്കുകയാണെങ്കിൽ അംർ ഇബ്നു കുൽസൂം നൂനിയാണ്, വാഫിറാണ് എന്ന് നമുക്കറിയാം. ആ രൂപത്തിൽ ഇതിന് ഉത്തരം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് മുഅല്ലഖയുടെ പ്രത്യേകതകൾ, അത് ഏത് വാക്കിലാണ് അവസാനിക്കുന്നത്, ഏത് ബഹറാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട വരികളൊക്കെ പഠിക്കണം എന്ന് പറയാൻ കാരണം. മത്തുല, അതിന്റെ തുടക്കം, അലാഹുബി ബിസ്വഹ്ബിക ഫാസ്ബഹീന, ഈ വാക്കുകൾ കൊണ്ടാണ് അദ്ദേഹം മുഅല്ലഖകൾ ആരംഭിക്കുന്നത്. അതിൽ പറയുന്നുണ്ട് വലാ തുബ്കി ഹുമൂറൽ അന്തരീന. അന്തരീന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഒരിക്കൽ നെറ്റിന് ചോദിച്ചത് ഓർമ്മയുണ്ട്. നെറ്റിന് ചോദിച്ചതാണ്, PSC ക്കല്ല. അന്തരീന എന്ന് പറഞ്ഞാൽ ഷാമിലെ ഒരു ഗ്രാമമാണ്, ഷാമിൽ പെട്ടിട്ടുള്ള. അവിടുത്തെ കള്ളിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്, അവിടുത്തെ കള്ള്. അതുകൊണ്ടാണ് കള്ളിനെ വർണ്ണിച്ചുകൊണ്ട് ഇദ്ദേഹം കവിത പാടി എന്ന് പറയാൻ കാരണം. ഇനി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട 2 വരികൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇദാ ബലഗൽ ഫിതാമലന സുബിയുൻ. ഇങ്ങനത്തെ വരികളൊക്കെ കാണുന്ന സമയത്ത് ഇത് ആരതാന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലെങ്കിൽ അതിന്റെ അവസാനം നോക്കുക, അവസാനം ഏതിലാണ് അവസാനിക്കുന്നത്. അപ്പോ പിന്നെ ഏതിലാണ് അവസാനിക്കുന്നത് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇദാ ബലഗൽ ഫിതാമലന സുബിയുൻ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചു, എന്നിട്ട് ഇത് ആരതാണെന്നും ചോദിച്ചു, ഒരു ഐഡിയയും കിട്ടണില്ല. അപ്പൊ നമ്മള് ഓപ്ഷൻ നോക്കുന്ന സമയത്ത് അതിൽ അംർ ഇബ്നു കുൽസൂം ഉണ്ട്, പക്ഷെ നമുക്ക് അറിയില്ല. പക്ഷെ ഇതിന്റെ അവസാനത്തെ വാക്ക് നോക്ക് നിങ്ങൾ, നൂനിലാണ് അവസാനിക്കുന്നത്. ബാക്കി 3 ഓപ്ഷനിൽ കൊടുത്ത കവികളും നമുക്കറിയാം, അവരുടെ ഒരു വരിയും നൂനിൽ അവസാനിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ തിരിച്ചും മറിച്ചു ചിന്തിച്ചാൽ പല ഉത്തരങ്ങളും നമുക്ക് കിട്ടും. അതുകൊണ്ട് അങ്ങനത്തെ പോയിന്റുകളൊക്കെ, അങ്ങനത്തെ ഒരു ഹിക്മത്ത്, അങ്ങനത്തെ ഒരു കുതന്ത്രം നമ്മൾ പരീക്ഷ സമയത്ത് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം. അതുകൊണ്ടാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചാലും അരച്ചു കുടിച്ച് ഇത് പഠിക്കണം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ 4ാമത്തെ ആളിലേക്ക് പോവുകയാണ്. അൻതറത്ത് ബിൻ ഷിദാദ് അൽ അബസിയെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. വുലിദ വ തൂഫിയ ഫി നജ്ദ്, അദ്ദേഹം നജ്ദിലാണ് ജനിച്ചതും മരണപ്പെട്ടു പോയതും. ഇഷ്തഹർ, അദ്ദേഹം അറിയപ്പെട്ട ഒരു പേരുണ്ട്, ഫുർസാനുൽ അറബ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ട്. അറബികളിലെ പ്രധാനപ്പെട്ട ഒരു കുതിരപ്പടയാളിയായിരുന്നു അദ്ദേഹം. അപ്പൊ അദ്ദേഹം നല്ല ഒരു സൈനികനായിരുന്നു, നല്ല ശക്തിയുള്ള മനുഷ്യനായിരുന്നു അൻതറ. യുദ്ധത്തിനൊക്കെ അദ്ദേഹത്തെ എപ്പോഴും കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അദ്ദേഹം അറിയപ്പെട്ട കുതിര സവാരി നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഫുർസാനുൽ അറബ്, അറബികളുടെ പിന്നെ കുതിരപ്പടയാളി എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കാറുണ്ട്. കബീലത്തുഹു അബസ്, അദ്ദേഹത്തിന്റെ ഗോത്രം അബസ് ഗോത്രമാണ്. ഉമ്മുഹു, അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേര് സുബൈബ എന്നാണ്. ആ സുബൈബ ഒരു അടിമ സ്ത്രീ ആയിരുന്നു. ആഷിക്കത്ത്, അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേര് ഉബില എന്നാണ് അദ്ദേഹത്തിന്റെ ആഷിക്കത്തിന്റെ പേര്. അത് ഇബ്നത്തു അമ്മിഹി, അദ്ദേഹത്തിന്റെ അമ്മാവന്റെ മകളാണ് ഈ ഉബില എന്ന് പറയുന്ന സ്ത്രീ. ഇവരുടെ പ്രണയത്തെ കുറിച്ചൊക്കെ സാഹിത്യത്തില്, അദബിന്റെ ചരിത്രത്തിൽ കാണാം. ഇതൊരു എന്താ പറയാ, ഒരു സക്സസ് ആവാത്ത, കുടുംബക്കാരൊന്നും അതിനെതിരെ നിൽക്കുന്നുണ്ട്, ആ രൂപത്തിൽ മുന്നോട്ട് പോയ ഒരു ജീവിതമാണ് അൻതറയുടേത്. ഇനി അൻതറ എന്ന വാക്കിന് ഒരു അർത്ഥമുണ്ട്. ഈ അർത്ഥം നോക്കിയിട്ടല്ല അൻതറക്ക് പേരിട്ടത്.
എന്നാലും ആൻതറ എന്ന വാക്കിന്റെ അർത്ഥം നെറ്റിനൊക്കെ ചോദിക്കാറുണ്ട്. PSCക്കാർക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. സുബാബുൻ അസ്റഖുൻ, നീല ഈച്ച എന്നുള്ളതാണ്. സുബാബുൻ അസ്റഖുൻ എന്നുള്ളതാണ് ആൻതറ എന്ന വാക്കിന്റെ ഒരു അർത്ഥം. ഇനി ആൻതറയെ കുറിച്ച് പ്രധാനപ്പെട്ട PSCക്ക് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, പോയിന്റുകളാണ് പറയുന്നത്. ഖാദ ആൻതറ ഖബീലത്ത് അബസ് ഫി ഹറബി ദാഹിസ് വൽ ഖബ്റാ. ദാഹിസ് വൽ ഖബ്റാ എന്ന യുദ്ധം നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഗോത്രമായ അബസ് ഗോത്രത്തെ നയിക്കുന്നത് ആൻതറയാണ്. മാത്രമല്ല വക്കാന ബത്തുലും, അദ്ദേഹം അതില് ബത്തുലായിരുന്നു. ബത്തുലൻ, അദ്ദേഹം അതിലെ ഹീറോ ആയിരുന്നു. ദാഹിസ് വൽ ഖബ്റാ എന്ന് പറയുന്ന 40 വർഷത്തോളം നീണ്ടു നിന്ന ആ യുദ്ധത്തിലെ ബത്തുല് ഹീറോ ആയിട്ട് അറിയപ്പെടുന്നത് ആൻതറയാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, കാല അബൂഹൈന്ദ ദാഹിസ് വൽ ഖബ്റാ യുദ്ധം നടന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉപ്പ എന്ന് പറഞ്ഞാല് യജമാനൻ കൂടിയാണ് എന്ന് പറയുമ്പോൾ അവന്റെ ആൻതറയുടെ ഉമ്മ അടിമ സ്ത്രീയാണ്, ഉപ്പ യജമാനൻ കൂടിയാണ്. അപ്പൊ ഉപ്പ വന്നിട്ട് ആൻതറയെ വിളിക്കുന്നുണ്ട്, ആൻതറ വാ, യുദ്ധം തുടങ്ങിയിട്ടുണ്ട്, അപ്പൊ നീ യുദ്ധത്തിന് വരുമോ എന്ന് ആൻതറയോട് ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ആൻതറ വന്നു കഴിഞ്ഞാൽ ആ യുദ്ധം അവർക്ക് ജയിക്കാൻ കഴിയും, അത്രത്തോളം ശക്തനായിരുന്നു ആൻതറ. ആൻതറ അവര് വരുന്നില്ല, കാരണം ആൻതറ ഒരു അടിമയാണല്ലോ. ആൻതറ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്നുള്ളത്, ഞാൻ അടിമയാണല്ലോ, എനിക്ക് പറഞ്ഞ പണിയല്ല യുദ്ധം ചെയ്യുക എന്നുള്ളതൊക്കെ തിരിച്ചു പറയുന്നുണ്ട്. അപ്പൊ അവിടെ ആൻതറയുടെ യജമാനായ ആൻതറയുടെ പിതാവ് ആൻതറയോട് നടത്തിയ ഒരു വാക്കുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നോക്ക് നിങ്ങൾ, ഖുർറൻ വ അൻത ഹുർറൻ എന്നുള്ളതാണ് പറയുന്നത്. ഖുർറൻ വ അൻത ഹുർറൻ. സ്ക്രീന് കാണുന്നുണ്ട് എല്ലാവർക്കും? സ്ക്രീനിൽ കാണുന്നില്ലേ? പോയിട്ടില്ലല്ലോ? ഓക്കെ. അപ്പൊ ആൻതറയുടെ പിതാവ് ആൻതറയോട് പറഞ്ഞൊരു ഡയലോഗാണ് ഖുർറൻ വ അൻത ഹുർറൻ. നീ വാ, നീ യുദ്ധത്തിന് വാ, വ അൻത ഹുർറൻ, നീ ഇപ്പൊ സ്വതന്ത്രനായിട്ടുണ്ട്, ഇനി യുദ്ധത്തിന് വാ എന്നുള്ള ആ ഒരു വാക്ക് എപ്പോഴും ചോദ്യങ്ങളിൽ കാണാം. ഇത് ആര് പറഞ്ഞതാണ്, ആരോട് പറഞ്ഞതാണ്? ആൻതറയുടെ പിതാവ് ആൻതറയോട് പറഞ്ഞതാണ്. മുഅല്ലഖതുഹു മീമിയൻ, അദ്ദേഹത്തിന്റെ മുഅല്ലഖ മീമിലാണ് അവസാനിക്കുന്നത്. കാമിൽ ബഹറിലാണ് അത് എഴുതപ്പെട്ടിട്ടുള്ളത്, അതിന്റെ ബഹർ കാമിലാണ്. ഇനി ആൻതറയുടെ പ്രധാനപ്പെട്ട കുറച്ച് വരികൾ ഞാൻ ഇവിടെ കൊടുക്കാം. ഇത് നിങ്ങൾ കാര്യമായിട്ട് പഠിക്കണമെന്നില്ല, കാണാതെ പഠിക്കുകയും ചെയ്യരുത്, ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഇത് പ്രധാനപ്പെട്ടതാണ്, പക്ഷെ PSCക്കും കേട്ടതിനും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഇനി ചോദിക്കുമോ എന്നുള്ളത് കൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തിയത്. ഇതുവരെ പറഞ്ഞ കവികളുടെ ഒക്കെ വരികൾ നിങ്ങൾ ശരിക്കും പഠിച്ചോ, ഇത് അത്ര പ്രാധാന്യമില്ല, ജസ്റ്റ് നോക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പൊ നമ്മള് ഇതുവരെ ആയിട്ട് ഒരു 4 ആളുകളെ നമ്മൾ കവർ ചെയ്തു. വളരെ പെട്ടെന്നാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്, സമയമില്ലാത്തത് കൊണ്ട്. അപ്പൊ ഈ 4 ആളിൽ നിന്ന് നല്ലതുപോലെ PSCക്ക് ചോദ്യങ്ങൾ വരും. ഇൻഷാ അല്ലാഹ് ഒരു ചെറിയൊരു സിമ്പിൾ ആയിട്ടുള്ള മുൻപ് വന്നൊരു ചോദ്യം നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങളത് ചാറ്റിൽ വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം പറയണം എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഓക്കെ, ചോദ്യം ഇതാണ്. ഒറ്റപ്പെട്ടത് ഇതിലേതാണ്? ഒറ്റപ്പെട്ടത് ഏതാണ് എന്നതാണ് ചോദ്യം. കഅബ് ഇബ്നു സുഹൈർ ഉണ്ട്, ഹസ്സാൻ ഇബ്നു സാബിത്ത് ഉണ്ട്, ഖുതൈഅ ഉണ്ട്, സുഹൈർ ഇബ്നു അബീ സലമയും ഉണ്ട്. കഅബും ഹസ്സാനും ഖുതൈഅയും നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. സുഹൈർ ആണല്ലോ നമ്മൾ ഇതുവരെ പറഞ്ഞ ആളുള്ളത്. ആദ്യത്തെ 3 പേര് ഇസ്ലാമിക കവികളാണ്, ആദ്യത്തെ 3 പേര്. എന്നാൽ സുഹൈർ ഇബ്നു അബീ സലമ അദ്ദേഹം ജാഹിലിയത്തിലെ അല്ലെങ്കിൽ അദ്ദേഹം മുഅല്ലഖയുടെ കവിയാണ്. ഇത് മുമ്പ് PSCക്ക് ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും ആദ്യം ഇതിന്റെ ഉത്തരം നൽകിയിട്ടുള്ളത് MM റുഷ്ദമോൾ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ്, പ്രത്യേകം അഭിനന്ദിക്കുന്നു. കുറെ ആളുകൾ C ഉത്തരം നൽകിയിട്ടുണ്ട്. കഅബ്, ഹസ്സാൻ ഇബ്നു സാബിത്ത്, ഖുതൈഅ, സുഹൈർ. ഖുതൈഅ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. എനിവേ, കഅബും ഹസ്സാനും ഖുതൈഅയും ഇസ്ലാമിക കാലഘട്ടത്തിലെ കവികളാണ്, മുഅല്ലഖയിൽ പെട്ടയാളല്ല. സുഹൈർ മാത്രമാണ് ഇതിൽ മുഅല്ലഖയിൽ പെട്ടിട്ടുള്ള ഒരാള്. ഓക്കെ, ശ്രദ്ധിക്കാം. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് അടുത്ത ആളിലേക്ക് പോവുകയാണ്. ഓക്കെ, ലബീദിനെ കുറിച്ചാണ് ഇനി നമുക്ക് പറയാനുള്ളത്.
നോക്കാം നമുക്ക് ലബീദിന്റെ പ്രത്യേകതകൾ. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ലബീദ് ഇബ്നു റബീഅ മുഅല്ലഖയിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ്. ഈ അതനകൽ ഇസ്ലാം വഹഫിളൽ ഖുർആൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. മുഅല്ലഖയില് നമുക്ക് പിന്നെ ഇസ്ലാം സ്വീകരിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച ഒരു സ്വഹാബി എന്ന രൂപത്തിൽ പറയാൻ പറ്റുന്നത് ലബീദിനെ കുറിച്ച് മാത്രമാണ്. ലബീദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ഒരു കവിയാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആൻ കൊണ്ടുവന്ന സമയത്ത് ആ ഖുർആനിലെ ആയത്തുകളെ നോക്കുകയും താൻ എഴുതിയിട്ടുള്ള കവിതകൾ കയ്യിലുണ്ട്. തന്റെ കവിതകളും വിശുദ്ധ ഖുർആനിലെ ആയത്തുകളും തട്ടിച്ചു നോക്കിയപ്പോ ഇതൊരിക്കലും മനുഷ്യനെ കൊണ്ട് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട ആളാണ് ലബീദ് ഇബ്നു റബീഅ. അങ്ങനെ അത് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. കാന സ്വഹാബിയൻ വആഖിറു അസ്ഹാബുൽ മുഅല്ലഖാത്ത് മുഅല്ലഖയിലെ ആളുകളിൽ ഏറ്റവും അവസാനത്തെ ആളാണ്. ഇസ്ലാമിക കാലഘട്ടത്തിലേക്കും അദ്ദേഹം പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹം സ്വഹാബിയാണ്. അമ്മറ തൊവീരൻ കുറെ കാലഘട്ടം അദ്ദേഹം ജീവിച്ചു. 145 വർഷം അദ്ദേഹം ജീവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 90 വയസ്സ് വരെ അദ്ദേഹം 90 വർഷം ജാഹിലിയ കാലഘട്ടത്തിൽ ജീവിച്ചു. പിന്നീട് അദ്ദേഹം 45 വർഷം ഇസ്ലാമിക കാലഘട്ടത്തിലും പിന്നീട് അങ്ങോട്ട് അദ്ദേഹം അമവി കാലഘട്ടത്തിന്റെ തുടക്കത്തിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. വമാത ഫി ഖിലാഫത്തിൽ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ 41 ഹിജ്റയിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ലം യഖുൽ ഫിൽ ഇസ്ലാമി ഇല്ലാ ബൈതൻ വാഹിദ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം തന്റെ കവിതകൾ എഴുതുന്നത് നിർത്തി. ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളൊക്കെ അദ്ദേഹം മതിയാക്കി. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം ഒരു ബൈത്ത് മാത്രമേ പിന്നീട് പാടിയിട്ടുള്ളൂ എന്ന് ചരിത്രത്തിൽ കാണാം. പ്രധാനപ്പെട്ട വരിയ അൽഹംദുലില്ലാഹി ഇദാ ലം യഅ്തിനി അജലൻ ഹത്താ ലബിസതു മിനൽ ഇസ്ലാമി സുർബാല എന്ന് പറയുന്ന ഈ വരി മാത്രമാണ് അദ്ദേഹം പിന്നീട് പാടിയത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ വരി ഏതാണെന്ന് ചോദിക്കാം. ഈ വരി തന്നിട്ട് ആരാണ് പാടിയത് എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിന്റെ ഗോത്രം ആമിർ ഗോത്രമാണ്. അദ്ദേഹത്തിന്റെ ആഷിക്കത്ത് നവാർ എന്ന് പറയുന്ന സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ ആഷിക്കത്ത്. മുഅല്ലഖത്തുഹു മീമി. അദ്ദേഹത്തിന്റെ മുഅല്ലഖ വരികൾ മീമിലാണ് അവസാനിക്കുന്നത്, മീമിയാണ്. കാമിൽ ബഹറിലാണ് അത് എഴുതപ്പെട്ടത്. 88 വരികളാണ് അതിനുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ വളരെ തത്വജ്ഞാനം നിറഞ്ഞ ഒരു ഉപദേശം, അദ്ദേഹത്തിന്റെ ഒരു വാക്കാണ് മിൻ ഖൗലിഹി അലാ കുല്ല ഷൈഇൻ മാ ഹലല്ലാഹു ബാത്തില. എല്ലാം നശിച്ചു പോകും, അല്ലാഹു ഒഴികെ ബാക്കി എല്ലാതും നശിച്ചു പോകുമെന്ന് പറയുന്ന കുറച്ച് കൂടുതലുണ്ട്, വരികളുണ്ട്. ഇതിനെപ്പറ്റി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വരിയെ കുറിച്ച് പറഞ്ഞത്, നമ്മളൊക്കെ ഏറ്റവും വലിയ ഒരു ഹിക്മത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് കാണുന്നത് ചിലപ്പോൾ സുഹൈറിനെ ആയിരിക്കും. സുഹൈറാണ് ഹിക്മത്തിന്റെ കവി എന്നൊക്കെ അറിയപ്പെട്ടത്. പക്ഷേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അറബികൾ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും വലിയ ഹിക്മത്ത് പറഞ്ഞത് ലബീദ് ഇബ്നു റബീഅയാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് ഏത് വരിയാണ്? അലാ കുല്ല ഷൈഇൻ മാ ഹലല്ലാഹു ബാത്തില എന്ന് തുടങ്ങുന്ന ഈ വരിയെ കുറിച്ചാണ് ഏറ്റവും വലിയ ഹിക്മത്ത് ഈ വരിയാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ വരി നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. അതേപോലെ തന്നെ അൽഹംദുലില്ലാഹി ഇദാ ലം യഅ്തിനി അജലൻ, ഈ വരിയും നല്ലതുപോലെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത ആളിലേക്ക് പോവുകയാണ്. ലബീദ് ഇബ്നു റബീഅയെ അവസാനിപ്പിക്കുകയാണ്. ഓരോ ആളുകളെ പറയുമ്പോഴും അതിൻ്റെയൊക്കെ പ്രത്യേകമായിട്ടുള്ള ഓരോ പോയിന്റുകൾ ഉണ്ടാവും, അത് ശ്രദ്ധിക്കുക. സ്ക്രീൻ എല്ലാവർക്കും കാണുന്നില്ലേ? ഓക്കെ അല്ലേ? സ്ക്രീന് ചാറ്റിൽ ഒന്ന് പറയണേ, സ്ക്രീൻ കാണുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, നമ്മൾ അടുത്ത ആളിലേക്ക് പോവുകയാണ്. ത്വറഫയെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഏകദേശം നമ്മൾ എൻഡിലേക്ക് എത്തിയിട്ടോ. പ്രധാനപ്പെട്ടവരെ കഴിഞ്ഞു, ഇപ്പൊ ഒരു മിഡിലുള്ള ആളുകളാണ്, എൻഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ത്വറഫത്ത് ബിനുൽ ആബിദിനെ കുറിച്ചാണ് പറയാനുള്ളത്. അബൂ അംർ ത്വറഫത്ത് ബിനുൽ ആബിദ് ബിൻ സുഫിയാൻ, അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അദ്ദേഹം ജനിച്ചത് ഖറയത്തുൽ മാലിക്കിയ. അദ്ദേഹം മാലിക്കിയ എന്ന ഗ്രാമത്തിലാണ് ജനിക്കുന്നത്. AD 539. ഇതൊന്നും ആവശ്യമില്ലാത്ത പോയിന്റ് ആണ്. ഹുവ മിൻ ഫുഹൂലി ശുഅറാ വഹുവ ദൂന 20. അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു വലിയ കവിയാണ്, പ്രധാനപ്പെട്ട ഒരു കവിയാണ്. എന്നാൽ വഹുവ ദൂന 20, അദ്ദേഹം 20കളിൽ ജീവിച്ച ആളാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം
മരണപ്പെട്ടു പോയത്, കൊല്ലപ്പെട്ടതാണ്. 26-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പൊ 20 വയസ്സുകളിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ. എന്നാൽ തന്നെ അദ്ദേഹം വലിയ കവിയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒരു സെന്റൻസ് ആണ് അദ്ദേഹത്തെ കുറിച്ച് താരീഖുൽ അദബിൽ കാണുന്നത്. 26-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെന്റൻസ് താരീഖുൽ അദബിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. ലുഖിബ അൽ ഉലാമുൽ ഖത്തീൽ, അദ്ദേഹം അറിയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ലഖബ്, ഒരു അറിയപ്പെട്ട പേരാണ് ഗുലാമുൽ ഖത്തീൽ. അത് ഗുലാം കുട്ടിയാണ്, ഖത്തീൽ കൊല്ലപ്പെട്ടു. അപ്പൊ കൊല്ലപ്പെട്ട ഒരു കുട്ടിയായിരിക്കും അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 26 വയസ്സിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു. ഇതുകൊണ്ടാണ് ഈ ഒരു ലഖബ് താരീഖുൽ അദബിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോ എൻ്റെ ഒരു ഏജിൽ അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട്. അതിനു മുമ്പിൽ ഒരുപാട് ചരിത്രമുണ്ട്, അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്. അംറുബ്നുൽ ഹിന്ദ് എന്ന രാജാവ്, ആ രാജാവ് പറഞ്ഞിട്ടാണ് തുറഫത്ത് ബിൻ അബ്ദ് എന്ന് പറയുന്ന ഈ വലിയ കവിയെ കൊലപ്പെടുത്തുന്നത്. ഓക്കെ, ഇനി അദ്ദേഹത്തിന് ആഷിഖത്ത് ഹൗല എന്ന് പറയുന്ന സ്ത്രീയാണ്. കബീലത്ത് ഗോത്രം ബിക്ർ ഗോത്രമാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നതിന്റെ ആ ഒരു ചരിത്രം പുസ്തകങ്ങളിൽ കാണാം. ഖുതില ബിഹിജാഇ അല അംറുബ്നുൽ ഹിന്ദ്. അംറുബ്നുൽ ഹിന്ദ് എന്ന അക്രമിയായ ഒരു രാജാവ്, ആ രാജാവിനെ ഇദ്ദേഹം ആക്ഷേപിച്ചുകൊണ്ട് പാടുന്നുണ്ട്. വലിയൊരു കഥയുണ്ട് അതിന്റെ പിന്നിൽ, അത് ഞാൻ വിശദീകരിക്കുന്നില്ല. ആ ഒരു ആക്ഷേപം കൊണ്ടാണ് അംറുബ്നുൽ ഹിന്ദ് ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു പേപ്പർ കൊടുക്കുന്നുണ്ട്. തൊറഫയുടെ കയ്യിലൊരു പേപ്പർ കൊടുത്തിട്ട് അതില് ഇദ്ദേഹത്തെ കൊന്നു കുഴിച്ചു മൂടാനുള്ള ഒരു ഉപദേശം എഴുതിക്കൊണ്ട് അത് മടക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ, തൊറഫയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞത് അതേ വാക്ക് തന്നെയാണ് താരീഖുൽ അദബിൽ ഉപയോഗിച്ചത്. എന്നിട്ട് ഇദ്ദേഹം തൊറഫ ആ ഒരു ലെറ്ററും കൊണ്ട് തന്റെ നാട്ടിലെ മന്ത്രിയുടെ അടുത്ത് പോയിട്ട് ഈ ലെറ്റർ കൊടുക്കും. അങ്ങനെ അത് വായിക്കുമ്പോൾ തൊറഫയെ കൊല്ലാനുള്ള ഓർഡറാണ് അതിലുണ്ടാവുന്നത്. അങ്ങനെ അംറുബ്നുൽ ഹിന്ദ് എന്ന രാജാവ് ആണ് കൊലപ്പെടുത്തിയത് എന്ന് നമുക്ക് പറയാം, മന്ത്രി മുഖേന ആണെങ്കിലും. ഈ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം, കാരണം ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. കാരണം അംറുബ്നുൽ ഹിന്ദ് എന്ന രാജാവാണ് തൊറഫയെ കൊലപ്പെടുത്തിയത്. പിന്നീട് കാലം മുന്നോട്ട് പോയപ്പോ മുഅല്ലഖയിലെ മറ്റൊരു കവിയായിട്ടുള്ള അംറുബ്നു കുൽസൂമാണ് അംറുബ്നുൽ ഹിന്ദിനെ കൊല്ലുന്നത്. അപ്പൊ ആ ഒരു കാര്യം, ആ ഒരു ട്വിസ്റ്റ് നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കണം. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ പ്രത്യേകതകൾ നോക്കാം. മുഅല്ലഖത്തുഹു ദാലിയൻ, ദാലിലാണ് അവസാനിക്കുന്നത്. തൊവീൽ ബഹറിലാണ് എഴുതപ്പെട്ടത്. 104 ബൈത്തുകളാണ് അതിന് ഉണ്ടായിരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ ഒരു തുടക്ക ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനിയും ചോദിക്കാനുള്ള സാധ്യത ഇല്ല. എന്നാലും ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, നോക്കി വെക്കുക. ലി ഹൗലത്ത, അപ്പൊ ഹൗല എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആശിഖത്തിന്റെ പേരാണ് അവിടെ തുടക്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് വെച്ച് നമ്മളത് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ തുറഫയെ അവസാനിപ്പിച്ച് അടുത്ത ആളിലേക്ക് പോവുകയാണ്. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് കുറച്ച് മുമ്പായതുകൊണ്ടുള്ള പ്രശ്നമുണ്ട്. എനിവേ, നമുക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. നാബിഹയെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. നാബിഹ ദുബിയാനി, ഞാൻ പറഞ്ഞു ഓരോ കവികൾക്കും ഓരോ പ്രത്യേക പോയിന്റുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അതിൽ നാബിഹ ദുബിയാനി ഒരു വ്യത്യസ്തനായ കവിയായിരുന്നു. അദ്ദേഹം കവിതകൾ എഴുതുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റുള്ളവരെ നഖ്ദ് ചെയ്യാനും അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ഒരു നാഖിദാണ്, വിമർശകനാണ്. അദ്ദേഹം മറ്റുള്ളവരുടെ കവിതകളെ കുറിച്ച് പഠിച്ച് അതിനെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹം സംസാരിക്കാറുണ്ട്. അപ്പോ ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട നാഖിദ്, വിമർശകൻ ആരാണെന്ന് ചോദിച്ചാൽ നാബിഹ ദുബിയാനിയാണ്. അബൂ ഉമാമ സിയാദ് ബിൻ അംർ ബിൻ മുആവിയ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ഈ മുഴുവൻ പേര് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. കാരണം നാബിഹ ദുബിയാനി, അതേപോലെ ആയിഷ, ഇങ്ങനത്തെ കുറച്ച് കവികൾ, പ്രത്യേകം കുറച്ച് ആളുകളുണ്ട്. ഇവരുടെ മുഴുവൻ പേരുകള് കഴിഞ്ഞ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ട്. ലുഖിബ നാബിഹ. നാബിഹ എന്നത് അദ്ദേഹത്തിന്റെ ശരിയായ പേരല്ല, അറിയപ്പെട്ട പേരാണ്. ലഖബായിക്കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ പേരാണ് നാബിഹ എന്നുള്ളത്. അതിന്റെ കാരണം ലം യഖുൽ ശിഅറൻ ഹത്താ നബഹ. അദ്ദേഹം തുടക്കത്തിലെ കവിത എഴുതിയ ആളല്ല. തുടക്കത്തിലെ കവിത അദ്ദേഹം എഴുതിയിട്ടില്ല. നബഹ, ഒരു നൈപുണ്യം നേടിയതിനു ശേഷം,
കുറച്ച് വളർച്ച കിട്ടിയതിന് ശേഷം, എല്ലാം പഠിച്ചെടുത്ത് നൈപുണ്യം നേടിയതിന് ശേഷം മാത്രമാണ് അദ്ദേഹം കവിത എഴുതാൻ തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നാബിഗ, നൈപുണ്യം നേടിയവൻ എന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ലഖബ് വന്നിട്ടുള്ളത്. നാഖിദുൻ ജാഹിലിയുൻ യഹ്കുമു ബൈന ശുഅറാ, അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലെ ഒരു വിമർശകനാണ്, നിരൂപണം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു കവിയാണ്. യഹ്കുമു ബൈന ശുഅറാ, അദ്ദേഹം അവിടുത്തെ കവികൾക്ക് മാർക്കിടുമായിരുന്നു. കവികളിൽ ഏറ്റവും നല്ല ആൾ ആരാണ്, ഏറ്റവും നന്നായി പാടിയത്, ഏറ്റവും നല്ല രൂപത്തിൽ കവിത രചിച്ച ആരാണ്, ഈ രൂപത്തില് നഖദ് ചെയ്ത വ്യക്തിയാണ് നാബിഗ. കുനിയത്തുഹു, അദ്ദേഹത്തിന്റെ ഓമന പേര് അബു ഉമാമ എന്നതാണ്. കബീലത്തുഹു ദുബിയാൻ, അദ്ദേഹത്തിന്റെ ഗോത്രം ദുബിയാൻ ഗോത്രമാണ്. ഇനി ആഷിഖത്ത്, അദ്ദേഹത്തിന്റെ കാമുകി മയ്യ എന്ന സ്ത്രീയാണ് അദ്ദേഹത്തിന്റെ കാമുകി. അതൊന്നും അത്രക്ക് ഇമ്പോർട്ടന്റ് അല്ല, ചോദിക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ്. ഇമ്രുൽ ഖൈസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു, അഷ്അറുന്നാസ് ഇദാ റക്കിബ. ഇവിടെ നാബിയെ കുറിച്ചുള്ള പോയിന്റ് അഷ്അറുന്നാസ് ഇദാ റഹിബ, ഭയപ്പെട്ട് കഴിഞ്ഞാൽ, പേടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് പാടുന്ന അദ്ദേഹമാണ് എന്ന് പറയുന്നുണ്ട്. അതിനൊക്കെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അദ്ദേഹം തന്റെ ഒരു രാജാവിനെ മദ്ഹ് ചെയ്തുകൊണ്ട് ജീവിച്ച ആളാണ്, രാജാക്കന്മാരെ. ആ രാജാവിനെ പേടിച്ചുകൊണ്ട് പിന്നീട് അദ്ദേഹം രാജ്യം വിട്ടു പോകുന്നുണ്ട്, രാജാക്കന്മാരുടെ ക്ഷമാർപ്പണം നടത്തുന്നുണ്ട്. അങ്ങനെ കുറച്ച് തെറ്റുകൾ ചെയ്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി നാട് വിട്ടു പോയ ആളാണ് നാബിഗ. അപ്പൊ അതുകൊണ്ടാണ് പേടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പാടുന്നയാൾ നാബിഗയാണ് എന്ന് ചരിത്രം പറയുന്നത്. മുഅല്ലഖത്തുഹു ദാലിയൻ, അദ്ദേഹത്തിന്റെ മുഅല്ലഖ അവസാനിക്കുന്നത് ദാലിലാണ്. ബസീത്ത് ബഹലാണ് അത് എഴുതപ്പെട്ടത്. ചില ആളുകൾ പറയുമ്പോൾ അതിന് എത്ര വരി ഉണ്ട് എന്ന് ഞാൻ പറയാറുണ്ട്. ചില ആളുകൾ പറയുമ്പോൾ വരികളെ എണ്ണം പറയാറില്ല. അത് ചരിത്രത്തിൽ പറയാത്തത് കൊണ്ടാണ്. ചില ആളുകളുടെ നാബിഗയുടെ ഒക്കെ ഒരുപാട് വരികൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്ര എണ്ണം എന്നുള്ളത് പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അതൊന്നും ചോദ്യത്തിൽ ഉണ്ടാവുകയില്ല. നാബിഗയുടെ പ്രധാനപ്പെട്ട ഒരു വരി കൊടുത്തിട്ടുണ്ട്, യാ ദാറമയ്യ എന്ന് തുടങ്ങുന്ന വരിയാണ്. തന്റെ കാമുകിയുടെ പേര് ഈ വരിയിലുണ്ട്. അതൊക്കെ ചോദിച്ചാൽ ആ അർത്ഥത്തിൽ നമുക്കതിന് ഉത്തരം ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ നാബിഗയെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആയിഷ അൽ ഖൈസ്, ആയിഷയിലേക്ക് പോവുകയാണ്. മൈമൂൻ ഇബ്നു ഖൈസ് ഇബ്നു ജുന്ദൽ, ആയിഷയുടെ പൂർണ്ണമായിട്ടുള്ള പേര് മൈമൂൻ ഇബ്നു ഖൈസ് ഇബ്നു ജുന്ദൽ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര്. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ഇമ്രുൽ ഖൈസിൽ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി 10 ആളുകളാണ് മുഅല്ലഖയിലുള്ളത്. 10 ആളുകൾ. ഇതില് പൂർണ്ണമായ പേര് എല്ലാവർക്കും ഉണ്ട്. എന്നാൽ PSC ഒരു 12 ചോദ്യപേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുൻകാലത്തെ ചോദ്യപേപ്പർ 2017 ആ സമയത്ത് ചോദ്യപേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും കേട്ടറ്റിന്റെ ചോദ്യപേപ്പറുകളൊക്കെ നോക്കിയാൽ ആയിഷയുടെ പൂർണ്ണമായ പേര് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പൂർണ്ണമായ പേര് ചോദിച്ചത് ആയിഷയുടേതാണ്. അപ്പൊ അതുകൊണ്ട് മൈമൂൻ ഇബ്നു ഖൈസ് എന്നത് എല്ലാവരും പഠിക്കുക, ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. അതുകൊണ്ടാണ് സമയമെടുത്ത് ഞാനത് പറഞ്ഞത്. അവ്വലുമൻ ഇക്തസബ ബിശ്ശിഅർ, കവിത കൊണ്ട് ഏറ്റവും കൂടുതൽ സമ്പാദിച്ച വ്യക്തി, അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ പണി തുടങ്ങിയ ആള്. കവിത എഴുതാൻ തുടങ്ങിയത് കുറേ ആൾക്കാരുണ്ട്. മുഹറിബിൻ നിസാറാണ് ആദ്യമായിട്ട് കവിത എഴുതിയത്, കവിത പാടിയ ആള്. എന്നാൽ ആദ്യമായിട്ട് പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് കവിത പാടിയത് ആയിഷ അൽ ഖൈസ് ആണ്. അദ്ദേഹം പിന്നെ മദ്ഹ് ചെയ്യുകയും നല്ലതുപോലെ മറ്റുള്ള ആളുകളെ മദ്ഹ് ചെയ്ത് അവരിൽ നിന്ന് പിന്നെ ഒരു പ്രതിഫലം, പണം സമ്പാദിച്ച ആളാണ് ആയിഷ അൽ ഖൈസ്. ആദ്യമായി കവിത കൊണ്ട് പണം സമ്പാദിച്ചത് ആയിഷയാണ്. വുലിദ വതൂഫിയ, അദ്ദേഹം ഖറയത്തുൽ മൻഫൂഹയിലാണ്, യമാമയിലെ ഖറയത്തുൽ മൻഫൂഹയിലാണ് അദ്ദേഹം ജനിക്കുന്നതും മരണപ്പെട്ടു പോകുന്നതും. അദ്ദേഹത്തിന്റെ ഗോത്രം ബിക്ർ ഗോത്രമാണ്. അദ്ദേഹത്തിന്റെ കുനിയത്ത്, ഓമന പേര് അബുൽ ബസ്വീർ എന്നാണ് അദ്ദേഹത്തിന്റെ ഓമന പേര്. ആഷിഖത്ത്, അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേര് ഹുറൈറ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാമുകിയുടെ പേര്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ലുക്കിബ ആയിഷ. അദ്ദേഹത്തിന് ആയിഷ എന്ന പേര് എങ്ങനെ കിട്ടി? അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മൈമൂൻ ഇബ്നു ഖൈസ് ആണ്. എന്നാൽ ആയിഷ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടാനുള്ള കാരണം ദഈഫുൽ ബസ്വർ, അദ്ദേഹത്തിന്റെ കാഴ്ചക്കുറവ് കൊണ്ടാണ്. അദ്ദേഹത്തിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആയിഷ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടിയത്. മഅന ആയിഷ, ആയിഷ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ അല്ലദീ ലാ യറ ലൈലൻ, രാത്രി കണ്ണ് കാണാത്തവൻ എന്നതാണ് ആയിഷ എന്ന വാക്കിന്റെ അർത്ഥം.
അഷ്അറുന്നാസ് ഇദാ ത്വറബ, അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്. ത്വറബ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, അതിനൊരു വിശദീകരണമുണ്ട്. അവിടെ ഉദ്ദേശിക്കുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് കള്ള് കുടിച്ച് കുറച്ച് അലമ്പായിട്ട് പാടുന്നൊരു ഇതുണ്ടല്ലോ, അങ്ങനെ പാടുന്നതിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ആള്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് പാടുന്നതിൽ മികച്ചു നിൽക്കുന്നത് മൈമൂൻ ഇബ്നു ഖൈസ് ആണ്, ആയിഷയാണ് എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ മുഅല്ലഖയുടെ പ്രത്യേകതകൾ നോക്കാം. ലാമിയൻ, ലാമിലാണ് മുഅല്ലഖ അവസാനിക്കുന്നത്. ബസീത്ത്, ബഹറിലാണ് അത് എഴുതപ്പെട്ടത്. 25 വരികളാണ് അദ്ദേഹത്തിന്റെ കവിതകൾക്ക്. ഖസീദയിൽ 25 വരികളാണ് മുഅല്ലഖയിലുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട വരി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് മെൻഷൻ ചെയ്യാത്തത് ഇംറുൽ ഖൈസിനെ പോലെ സുഹൈറിനെ പോലെ അത്ര പ്രധാനപ്പെട്ട വരിയൊന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ മതി. അതുകൊണ്ടാണ് ഞാനത് വായിക്കുക പോലും ചെയ്യാത്തത്. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇതിൽ 2 ആളുകളെയാണ് നമ്മൾ ഒഴിവാക്കിയിട്ടുള്ളത്. അത് PSC ചോദിക്കൂല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവരുടെ പേരുകളും സിലബസിൽ ഇല്ല. ഉബൈദ് ഇബ്നുൽ അബ്റസിനെ കുറിച്ചൊന്നും നിങ്ങൾ കാര്യമായിട്ട് ഈ സമയത്ത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി മുഅല്ലഖയിൽ നിന്ന് പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകളാണ് പറയാനുള്ളത്. എല്ലാവരും നോക്കുക. മുഅല്ലഖയിൽ ജാഹിലിയ കാലഘട്ടത്തിലെ കുറച്ച് പോയിന്റുകൾ. ഇത് പിന്നെ മുഅല്ലഖയിൽ നിന്ന് നമുക്ക് പലതും കിട്ടില്ല, നേരിട്ട് കിട്ടില്ല. നേരെ മറിച്ച് ഇങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. അവ്വലുമൻ ഖാല ശിഅർ. നിങ്ങൾ മുൻകാല ചോദ്യപേപ്പർ നോക്കിയാൽ കേട്ടറ്റിനും PSCക്കും ചോദിച്ച ചോദ്യമാണ് അവ്വലുമൻ ഖാല ശിഅർ. ആദ്യമായിട്ട് കവിത പാടിയയാൾ ആരാണെന്ന് ചോദിച്ചാൽ മുളിർ ഇബ്നു നിസാർ ആണ്. ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു ഡേഞ്ചർ പോയിന്റ് ആണ്. അവ്വലുമൻ ഖസദൽ ഖസീദ ചോദിച്ചിട്ടുണ്ട് മുമ്പ്. ആദ്യമായി ഖസീദ, കവിത എന്ന് പറയുമ്പോൾ കുറച്ച് മതി, കുറച്ച് വരികൾ മതി. 3-4 വരി ഉണ്ടെങ്കിൽ കവിതയായി. എന്നാൽ ഖസീദ എന്ന് പറയുമ്പോൾ 9 വരിയിൽ കുറയാൻ പാടില്ല. അപ്പൊ ആദ്യമായിട്ട് പിന്നെ ഖസീദ പാടിയയാള് മുഹൽഹലാണ്. മുഹൽഹൽ എന്ന് പറഞ്ഞാൽ ഇംറുൽ ഖൈസിന്റെ അമ്മാവനാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മുഹൽഹലിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അവ്വലുമൻ ഇക്തസബ ബിശ്ശിഅർ, കവിത കൊണ്ട് ആദ്യമായി സമ്പാദിച്ചത് ആയിഷയാണ്. ആയിഷയെ കുറിച്ച് ഈ പോയിന്റ് പല രൂപത്തിൽ ചോദിക്കാം. കവിത കൊണ്ട് ആദ്യം സമ്പാദിച്ചത് ആയിഷയാണ്. അത് തന്നെയാണ് അവ്വലുമൻ ഫഅലൽ മദ്ഹ് ഫി ശിഅരിൽ അറബി. അറബി സാഹിത്യ ചരിത്രത്തിൽ ആദ്യമായി മദ്ഹ് നടത്തിയയാള് അത് ആയിഷയാണ്. മദ്ഹ് നടത്തുകയും ചെയ്തു, പണം സമ്പാദിക്കുകയും ചെയ്തു. അവ്വലുമൻ സഅല ബിശ്ശിഅരി, കവിത കൊണ്ട് ആദ്യം ചോദിച്ചയാൾ, ഉദ്ദേശിക്കുന്നത് കവിത പാടി പണം ചോദിച്ചു എന്നുള്ളതാണ്. കവിത കൊണ്ട് ആദ്യമായിട്ട് പണം ചോദിച്ചയാള് ആയിഷയാണ്. ഇതേപോലെ തന്നെ കുറച്ച് പോയിന്റുകളാണ്. അവ്വലുമൻ ശബ്ബഹൻ നിസാ, ആദ്യമായിട്ട് സ്ത്രീകളെ വിശേഷിപ്പിച്ച് സ്ത്രീകളെ വർണ്ണന നടത്തിയ ആള് ഇംറുൽ ഖൈസാണ്. അവ്വലു ശിഅറുൻ ഉലിക ഫിൽ ജാഹിലിയ, ജാഹിലിയ കാലഘട്ടത്തില് കഅബയിൽ തൂക്കിയിട്ടു നമ്മൾ പറഞ്ഞല്ലോ. കഅബയിൽ ആദ്യമായി തൂക്കിയിട്ടത് ഏത് മുഅല്ലഖയാണ് എന്ന് ചോദിച്ചാൽ ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖയാണ്. അവ്വലുമൻ ബദഅൽ മുഅല്ലഖ ബിവസ്ഫിൽ ഖംർ, ഖംർ മദ്യം വർണ്ണിച്ചുകൊണ്ട് ആദ്യമായി പാടി തുടങ്ങിയത് അംർ ഇബ്നു കുൽസൂമാണ്. അവ്വലുമൻ നളമ റസാഅ നഫ്സിഹി, സ്വന്തത്തെ കുറിച്ച് പിന്നെ വിലാപകാവ്യം ആദ്യമായിട്ട് പാടിയത് സെയ്ദ് ഇബ്നു ഖദ്ദാഖാണ്. അത് ഇമ്പോർട്ടന്റ് പോയിന്റ് അല്ല, ജസ്റ്റ് കേട്ടാൽ മതി. അവ്വലുമൻ ജമഅൽ മുഅല്ലഖാത്ത്, ആദ്യമായിട്ട് മുഅല്ലഖകളെ ജംഅ ചെയ്തത്, ഒന്നിപ്പിച്ചത് ഹമ്മാദുർ റാവിയാണ്. നേരത്തെ പറഞ്ഞ കുറച്ച് പോയിന്റുകൾ ഒന്നുകൂടെ ക്രോഡീകരിച്ചുകൊണ്ട് പറയുകയാണ്. അഷ്അറുന്നാസ് ഇദാ റാഗിബ, സുഹൈർ ഇബ്നു അബി സലമയാണ് മദ്ഹ് കൂടുതൽ ഇഷ്ടപ്പെട്ട് പാടിയത്. അഷ്അറുന്നാസ് ഇദാ ഗളിബ, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പാടുന്നത് ആരാണ്? അൻതറയാണ്. റഹിബ, പേടിച്ചു കഴിഞ്ഞാൽ നാബിഗയാണ്. ത്വറബ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് ആ രൂപത്തിൽ പാടിയിട്ടുള്ളത് ആയിഷയാണ്. റക്കിബ, കുതിരപ്പുറത്ത് കയറിയാൽ നന്നായിട്ട് പാടുന്നത് ഇംറുൽ ഖൈസാണ്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട പോയിന്റുകൾ. ഇത് നമുക്ക് കുറെ എസ്സെ വായിച്ചാലോ കുറെ വിശദീകരിച്ച് പഠിച്ചാലോ ഒന്നും ഇത് മനസ്സിലാവില്ല. PSCക്ക് വേണ്ടത് ഈ രൂപത്തിലുള്ള ഷോർട്ടായിട്ടുള്ള ഈ രൂപത്തിൽ കൊടുത്ത പോയിന്റുകളാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡേഞ്ചർ പോയിന്റുകളാണ്. പഠിച്ചാൽ മാർക്ക് കിട്ടും. ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ സങ്കടപ്പെടേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്താണ്. അതൊന്ന് നിങ്ങൾ ചാറ്റ് ബോക്സിൽ അതിന്റെ ഉത്തരം പറയണം. ഓക്കെ, ചോദ്യം ഇതാണ്.
ഓക്കെ, ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന സന്തോഷം ഈ സമയത്ത് തോന്നുകയാണ്. അലാ കുല്ല ഷൈഇൻ മാ ഖലല്ലാഹു ബാത്തില, ഇതൊക്കെ മുമ്പ് ചോദിച്ചതാട്ടോ. ഇതിൽ കൊടുത്ത എല്ലാ ചോദ്യവും മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണ്. ഓക്കെ, അതിന്റെ ഉത്തരം ലബീദാണ്. ഓപ്ഷൻ ബി ആദ്യമായിട്ട് കൊടുത്തത് ഒരുപാട് പേര് ചടപടയെ കൊടുത്തിട്ടുണ്ട്. ആയിഷ റാസിയ അവരാണ് ആദ്യമായിട്ട് കൊടുത്തത്. കുറെ പേരുണ്ട്. ഫർസാന അബൂബക്കർ, ഒരുപാട് ആളുകൾ പെട്ടെന്ന് ഉത്തരം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബറക്കല്ലാഹ്. ഇനി വേറൊരു ചോദ്യം, ഇതിനു കൂടെ നിങ്ങൾ ഉത്തരം ചെയ്യാം. ഓക്കെ, സിമ്പിളായ ചോദ്യമാണ്. മൈമൂൻ ഇബ്നു ഖൈസ് ആരാണ്? മുമ്പ് ചോദിച്ചതാണ്. അതിന്റെ ഉത്തരം ആയിഷയാണ്. ഓക്കെ, എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെയാണ് ഇതിന് ആരാണ് ആദ്യം ഇത് പറഞ്ഞതെന്നുള്ളത് കിട്ടുന്നേ ഇല്ല. അത്രക്ക് ആളുകൾ പറഞ്ഞത് ചാറ്റ് ഫുള്ള് താഴത്തേക്ക് പോയിട്ടുണ്ട്. ഓക്കെ, ആദ്യമായിട്ട് ഇതിന്റെ ഉത്തരം ചെയ്തിട്ടുള്ളത് അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫർസാൻ അബൂബക്കർ എന്ന അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ, ബറക്കല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പൊ നമ്മള് പിന്നെ ഇന്നത്തെ ക്ലാസ്സുകൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരു 2 മിനിറ്റ് നമ്മൾ അടുത്ത ദിവസം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ജാഹിലിയത്തിന്റെ ബാക്കി പാർട്ട് എന്ന് പറഞ്ഞാൽ അശ്വറാഉ സ്വാലിക്കാണ്. ചെറിയ ഭാഗമാണ്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് സെക്കൻഡ് പാർട്ടില് സ്വാലിക്ക് എടുക്കും. അതേപോലെ തന്നെ നമ്മള് നസറിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നുണ്ട്. ലാസ്റ്റ് അസ്റുൽ അൽ അറബിയയും പഠിപ്പിച്ചുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു 2 ചോദ്യം കൂടെ ഞാൻ നൽകുകയാണ്. അതിനു കൂടെ നിങ്ങൾ ഉത്തരം ചെയ്യുക. ഓക്കെ, മുമ്പ് ചോദിച്ച ചോദ്യങ്ങളാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് എന്ന രൂപത്തിലാണ് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, പെട്ടെന്ന് തന്നെ നമ്മൾ നോക്കും, പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യാട്ടോ. ഏസമിൻ അയ്യാമിൽ അറബ്, ഇത് പഠിപ്പിക്കാത്തൊരു ചോദ്യമാണ് നിങ്ങൾക്ക്. ഓക്കെ, ഒരുപാട് ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ശരിയായ ആൻസർ അതിൽ വന്നത് നാജിയ നസ്രു എന്ന അക്കൗണ്ടിൽ നിന്നാണ്. ഓക്കെ, ഡി ആണ് ആൻസർ. അയ്യാമുൽ അറബ് എന്ന് പറഞ്ഞ അറബികളുടെ യുദ്ധങ്ങളാണ്. ഹറബുൽ ബസൂസ് അറബികളുടെ യുദ്ധമാണ്. ഫുജാർ, ദാഹിസ് വൽ ഖബ്റാ, ഇതൊക്കെ അതിൽപ്പെട്ടതാണ്. പക്ഷെ ആ ജാഹിലിയ കാലഘട്ടത്തിലെ യുദ്ധത്തിൽ പെട്ടതല്ല ഖാദിസിയ എന്നുള്ള ആ ഒരു യുദ്ധം. അത് ഇസ്ലാമിന് ശേഷമുള്ള യുദ്ധമാണ്. അയ്യാമുൽ അറബ് എന്ന് പറഞ്ഞാൽ ജാഹിലിയ യുദ്ധമാണ്. ഇത് PSC മുമ്പ് ചോദിച്ചതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതിനൊന്ന് ആൻസർ ചെയ്തേ. ഓക്കെ, പല ആൻസേഴ്സ് വരുന്നുണ്ട്, എന്നാലും ഇതിന് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുള്ളത് സി ആണ് ആൻസർ. ഇന്നഹു മൻ ആശ മാത വമൻ മാത ഫാത, വളരെ ഫേമസ് ആ ഡയലോഗാണ്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇത് പഠിക്കും. ഖുസ്ബുൻ സാഇദ അൽ ഇയാദിയാണ് അതിന്റെ ആൻസർ. അത് അലൂഫ മുനീർ എന്ന അക്കൗണ്ടിൽ നിന്നാണ് ആദ്യമായിട്ട് വന്നത്. ബാറക്കല്ലാഹ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിനും കൂടെ ഒന്ന് ആൻസർ ചെയ്തോ. ഇഖ്തറശാദ് മിനൽ അർബഅ, എല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. ടി ആണ് ഉത്തരം. ഇത് മുമ്പ് ചോദിച്ചതാണ്. പിന്നെ ഇതില് 3 ജാഹിലിയ കാലഘട്ടത്തിലെ പിന്നെ അങ്ങാടികളാണ്, സുക്കുകളാണ്. 1 മാത്രമാണ് അല്ലാത്തത്. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഉടനെ തന്നെ എടുക്കാം. ജാഹിലിയ കാലഘട്ടം 2 പാർട്ടായിട്ട് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഇന്നത്തെ ക്ലാസ്സിൽ 10 കവികളെയാണ് നമ്മൾ കാര്യമായിട്ട് നോക്കിയത്. സെക്കൻഡ് പാർട്ടിൽ നസറിൽ 2-3 ആളുകൾ, സ്വാലിക്കിൽ 2-3 ആളുകൾ ഉണ്ടാവും. അസ്റുൽ അൽ അറബിയ ചെറിയ ഒരു പോർഷൻ ആണ് ഇനി നമുക്ക് എടുക്കാനുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ്സിൽ ഇരുന്നത് കൊണ്ട് പ്രയോജനമുണ്ടായി എന്നതാണ് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. നമ്മളുടെ എല്ലാ പരിശ്രമങ്ങളും നല്ല രൂപത്തിൽ പ്രതിഫലം
എല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.